1 ലിറ്റർ വെള്ളത്തിന് 300 രൂപ. നമ്മളെ സ്വപ്നഭൂമിയിലുള്ള ദുബായിലോട്ടൊന്ന് കയറുന്നത് ഞങ്ങൾ 3 സ്പ്ലിറ്റായി പോയി. ആ സാറ് അന്ന് ഈ മൈൻഡ് സെറ്റാണ്. യാത്ര തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണെന്നുള്ളത്. -3 നമ്മൾ ഓർച്ച കിടന്നിറങ്ങിയിട്ടുണ്ട്. നാഗാലാൻഡിൽ തല വെട്ടുന്നൊരു ഗ്രാമമുണ്ട്. ഭൂട്ടാൻ രാജ്യത്തിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ വെറും ഒരു ആധാർ കാർഡ് മാത്രം മതി. തീയൻ്റെ ഉണ്ട റൗണ്ട് ഗോളങ്ങളാക്കിയിട്ട് ഒരു ചരട് വെച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഏറി. നമുക്ക് ആ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ആപ്പിള്, പ്ലംസ്, ഓറഞ്ചൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് പറിക്കാം. ഒരു യാത്ര പോകണം. യാത്ര അങ്ങനെ വെറുതെ പോയാൽ പോരാ, അതിലെന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ അഡ്വഞ്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്തത് നമ്മുടെ ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയിൽ ഇവർ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട് 170ഓളം ദിവസങ്ങൾ പിന്നിട്ട് 4ഓളം രാജ്യങ്ങളും 20,000 കിലോമീറ്ററോളം താണ്ടി തിരിച്ച് മലപ്പുറത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഒരു മൂവർ സംഘം, യാത്രയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ മൂവർ സംഘത്തിൻ്റെ കഥയാണ് ഇന്ന് അപ്ഡേറ്റ്സിലൂടെ നമ്മൾ പറയുന്നത്. കഥ പറയാൻ നമ്മളുടെ കൂടെ എന്നുള്ളത് ആ മൂവർ സംഘത്തിലെ തലവനായിട്ടുള്ള സൽമാനാണ്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം സൽമാനെ മാദിൻ അപ്ഡേറ്റ്സിലേക്ക്. സ്വാഗതം മാദിൻ അപ്ഡേറ്റ്സിലേക്ക്. താങ്ക് യു. ആദ്യം തന്നെ വലിയൊരു യാത്ര കഴിഞ്ഞ് വലിയൊരു ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ സമയത്ത് എന്താണ് തോന്നുന്നത്? ആദ്യം തന്നെ സന്തോഷം, പിന്നെ ഭയങ്കരമായിട്ടുള്ള തിരിച്ചറിവ്. ഇത് വെറൊരു ടൂറ്, ഒരു യാത്ര എന്നുള്ളപ്പുറത്തേക്ക് ലൈഫിലെ ലോങ് എക്സ്പീരിയൻസ്, അതാണിപ്പോൾ തോന്നുന്നത്. ഒരുപാട് കൾച്ചറുകൾ, ആചാരങ്ങൾ, ഓൾ ഇന്ത്യ, നമ്മൾ അങ്ങനെയാണ് പറയുക. അതായത് ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ ലോകം കണ്ടു എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം കൾച്ചർ വ്യത്യസ്തമായിട്ടുള്ള നാട്, ലോകം, രാജ്യം വേറെ ഇല്ല. കാരണം ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഇപ്പോൾ ചൈന കഴിഞ്ഞാൽ 2ാമത്തെ രാഷ്ട്രം, എന്നാൽ ചെറിയ രാഷ്ട്രമാണ്, പക്ഷെ ഇത്ര ജനസാന്ദ്രത ഉള്ള. ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ട്. നമ്മൾ ഗ്രാമങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത്. അത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനൊരു യാത്ര, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു യാത്ര പോകണം എന്നുള്ളൊരു തീരുമാനം എവിടെ മുതലായിരിക്കും വന്നിട്ടുണ്ടാവുക? അതായത് എനിക്ക് ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. കാറായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഓട്ടോറിക്ഷ എടുത്ത്. നമ്മുടെ ഓട്ടോറിക്ഷ 2009 മോഡലാണ്. അപ്പോൾ 2009 മോഡൽ ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ ആ ഓട്ടോറിക്ഷയിലൊരു യാത്ര പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഡ്രീം ട്രാവലിംഗ് പരിപാടിയാണ്. പിന്നെ അപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വലിയ പരിപാടി ചെയ്യണം. അതാണ് ആ സ്വപ്നം, അതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ ഒരു പരിപാടി സെറ്റ് ചെയ്തു വിടാം. അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു 100 ദിവസത്തെ പരിപാടിയാണ് പ്ലാനിൽ വന്നത്. ഇന്ത്യ മാത്രം. അതിലിപ്പോൾ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഒന്നുമില്ല, കുറഞ്ഞ സ്റ്റേറ്റുകൾ, കാശ്മീർ പോയി വരാമെന്നുള്ളത്. പിന്നെ അതിന് നമ്മളിങ്ങനെ മനസ്സിലിട്ട് ആ സ്വപ്നം വളർത്തിയെടുത്തപ്പോൾ അത് ഓൾ ഇന്ത്യ ആക്കാം എന്നുള്ളതായി. 100ൽ 120 ആക്കിയ ദിവസം 10,000 കിലോമീറ്റർ. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും, ഡയറിയിലൊക്കെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച് പിന്നെ അതിനെ വളർത്തി അത് ഇന്ത്യക്ക് പുറത്ത് ചാടാം. എന്തുകൊണ്ട്? കാരണം നേപ്പാളിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ട് നമ്മൾ നേപ്പാൾക്ക് വിസ വേണ്ട, കുറഞ്ഞ ബഡ്ജറ്റിൽ പോവാം, ഏറ്റവും ഹിമാലയം നിൽക്കണ ഏറ്റവും സുന്ദരമായ രാജ്യം, എന്നാൽ പിന്നെ അത് കൂട്ടാം. അങ്ങനെ അത് കൂട്ടി. അപ്പോൾ ദിവസം കൂടി. അപ്പോൾ അത് കൂട്ടുമ്പോൾ എന്തുകൊണ്ട് ഭൂട്ടാൻ ചേർത്തുവിടാം, അപ്പോൾ ഭൂട്ടാൻ ചേർക്കുമ്പോൾ എന്തുകൊണ്ട് മ്യാൻമർ ചേർത്തുവിടാം. അപ്പോൾ ഇങ്ങനെ ഈ 3-4 രാജ്യങ്ങൾ ചേർത്തിട്ട് ഇതിനെ പാക്കഡ് ആക്കിയിട്ട് 150 ദിവസം 15,000 കിലോമീറ്റർ. പക്ഷേ യാത്ര തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണെന്നുള്ളതും ത്രില്ലുള്ളവർക്ക് അങ്ങനെ ത്രില്ലാണെന്നുള്ളത്. ഒരുപാട് റെസ്ട്രിക്ഷൻസും കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒപ്പം ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി 150 നിൽക്കില്ല, 170 വരെ വരും, 15 നിൽക്കില്ല, 20,000 കിലോമീറ്റർ വരെ വരും. അതാണ് ഇതിൻ്റെ സക്സസ്. അതായത് 150 170 ചാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മറ്റത് നമ്മൾ ചില ആളുകൾ 100-150 ദിവസം യാത്ര എന്ന് പറഞ്ഞിട്ട് അത് ഒപ്പിക്കലാണ്. ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള വെച്ചിട്ട് 140-150 പറഞ്ഞ പോലെ ഒരു 100-120 തിരിച്ചു വരും പെട്ടെന്ന്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, നമ്മളിത് കൂടെ ചെയ്ത്. അങ്ങനെ സക്സസ്. ഇപ്പം ഈ കൂടെ പോകുന്ന 2 ആൾക്കാർ, ബാക്കി 2 ആൾക്കാർ, ആ 2 ആളിലേക്ക് എത്തിപ്പെട്ടത് ഏകദേശം ഒരു 1000ഓളം ആൾക്കാരെ നിന്നിട്ടാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ 2 ആളിലേക്ക് ഉള്ളൊരു അവരെ സെലക്ട് ചെയ്യാൻ കാരണം? ഈ 1000ഓളം ആളുകളിൽ നിന്നും അതായത് നമ്മൾ ഈ യാത്ര കഴിഞ്ഞ ഏപ്രിലാണ് പ്ലാൻ ചെയ്യണത്, എന്നിട്ട് ജൂണിൽ പോകണം. ഇതാണ് പ്ലാന്. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ പ്ലാൻ ചിന്തിച്ച് സ്വപ്നം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വലുതാക്കി കൊണ്ടുവന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു, നാട്ടിലെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഇത് വിശ്വസിക്കണില്ല.
ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇത് നടപടിയാണ് സംഭവമാണ്. കാരണം ഹിമാലയം കയറുക, ഓട്ടോറിക്ഷ ഓൾ ഇന്ത്യ പോവാന്നൊക്കെ പറഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നടക്കാത്തൊരു ചരിത്രമാണ്, നടന്നു കഴിഞ്ഞ ചരിത്രമാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് നടക്കാത്തൊരു സംഭവമാണ്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. പക്ഷെ ഞാനിപ്പോഴും പറയണു, ഇപ്പോഴും ഞാൻ 100% വിശ്വസിക്കണം, ഇന്ത്യ എന്നല്ല ഇനി വേൾഡ് ആയിക്കോട്ടെ, സാധാരണക്കാരന് യാത്ര ചെയ്യാൻ ഇത്രത്തോളം കംഫർട്ടുള്ള വണ്ടി വേറെ ഇല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 35 കിലോമീറ്റർ മൈലേജ്, അതായത് ബൈക്കിൻ്റെ മൈലേജ്. ഇതിന് ലോകത്തിൽ എവിടെ പോലും ടോളില്ല. ലോകത്തിൽ ഓൾ ഇന്ത്യ എനിക്ക് പറയാൻ പറ്റും, ഇന്ത്യയിൽ എവിടെ പോലും ടോളില്ല, ഇതിന് ടോളില്ല. പിന്നെ കാറ്റ് കൊള്ളണ്ട, മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട. പിന്നെ ഇതിന് കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. നമ്മളൊരു 100-150 കിലോമീറ്റർ ഡെയിലി പോവുകയാണെങ്കിൽ ഇതിന് കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. പിന്നെ ഒരു കാറിൽ പോണ ആളുകൾ ഇതിൽ പോവും, ഹെൽമെറ്റ് വേണ്ട, സീറ്റ് ബെൽറ്റ് വേണ്ട, ഇങ്ങനത്തെ ഒരു പരിപാടി ഇതിനില്ല. പിന്നെ ഓൾ ഇന്ത്യ ഇതിന് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കുമ്പോഴും പിന്നെ ഇത്രത്തോളം ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹെവി വർക്ക് വന്നാൽ പോലും ഒരു 1000-2000 ഇത് നിൽക്കും. വണ്ടി നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ തട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് സിറ്റീസിലൊക്കെ ഇറങ്ങുമ്പോൾ. കാരണം ഇത് ഇപ്പോൾ ജസ്റ്റ് പറയണേ, ഡൽഹിയിലൊക്കെ നമ്മൾ ഓൺ അടിക്കുന്നതിൻ്റെ പകരം ഇവർ വണ്ടി തട്ടിക്കുക ചെയ്യുക, അങ്ങനെ പരിപാടി. അവിടെ ഓൺ അടിക്കുന്ന പരിപാടി ഇല്ല. ഓൺ അടിക്കുന്നതിൻ്റെ പകരം ബാക്കിൽ വന്നിട്ട് ഇവരങ്ങോട്ട് തട്ടിക്കും. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം മുന്നോട്ട് പോകാനാണ്. അല്ലാതെ അവിടെ ആക്സിഡൻ്റ് എന്ന പരിപാടി ഇല്ല. അതെല്ലാ വണ്ടി അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓട്ടോറിക്ഷ. ഇത് തട്ടിച്ചാലും ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് റെഡിയാക്കാന്ന് പറഞ്ഞാൽ 500-1000 രൂപ പരിപാടി, വളരെ കുറഞ്ഞ ചിലവിൽ. അപ്പോൾ ഇത്ര കംഫർട്ടാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഇത്ര വർക്ക് എടുക്കണം എന്നുള്ള ലെവലിലേക്ക് എത്തി. ഒരു ഓൾ കേരള നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സെറ്റപ്പ് പോരാ. ഓൾ കേരള നമ്മൾ അടിച്ചപ്പോൾ ഒന്നുമില്ല, ഈ വണ്ടി പ്ലെയിനാണ്. അപ്പോൾ കടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ മനസ്സിലായി സെറ്റപ്പ് പോരാ, അപ്പോൾ സെറ്റപ്പ് കൂട്ടണം. അങ്ങനെ സെറ്റപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണക്കാരെ, ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാനും ഉമ്മ മാത്രമേ ഉള്ളൂ. ഞാനൊരു സാധാരണ ടൈൽസിൻ്റെ വർക്ക് എടുക്കുന്ന ആളാണ്. പിന്നെ സംബന്ധിച്ച് വീട്ടിലോട്ട് പൈസ വേണം. ഞാനൊരു 6 മാസത്തിന് ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ വീട്ടിലോട്ട് പൈസ വേണം, വണ്ടിമ്മൽ വർക്ക് എടുക്കാൻ കുറച്ച് ക്യാഷ് വേണം, യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ ക്യാഷ് വേണം. ഈ 3 സെക്ഷൻ എനിക്ക് നോക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമായിട്ട് വന്ന് 1.25 ലക്ഷം രൂപേൻ്റെ വർക്ക് വണ്ടിമെടുത്ത് അതിലൊരു 10-20 ഞാൻ ഇറക്കിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് സ്പോൺസറാണ് ഓരോ ആളുകൾ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും പ്രശ്നം ഇവിടെ, ഇപ്പം നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴേ വരുന്നത് പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാളെ കിട്ടണില്ല. സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഇവരിത് അംഗീകരിക്കുന്നില്ല. ലാസ്റ്റ് കുറേ സുഹൃത്തുക്കൾ വന്നു, പക്ഷേ ഇവരിത് 6 മാസത്തെ പരിപാടിയല്ലേ, അതുപോലെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവർക്ക് നോക്കണം. അപ്പോൾ ഇത് നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് അടുത്ത മാസം പോവാം, ജൂലൈയിൽ പോവാം, ഓഗസ്റ്റ് പോവാം, സെപ്റ്റംബർ പോവാം, ഇങ്ങനെ പോയി. നവംബർ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. പ്ലാനിങ് മാത്രമേ ഉള്ളൂ. നവംബറിൽ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ ആരും പോരണ്ട, ഞാനൊരു പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തന്നെ ഡൗട്ടായി പോയി, ഇനി ഇത് നടക്കൂലേ, ഇനി ഇത് പോകൂലേ, കാരണം മൈൻഡ് ഡൗൺ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് എനിക്ക്. ഞാനിതിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ ഞാൻ പെട്ടെന്ന് പബ്ലിക്കിനോട് അങ്ങോട്ട് പറയും. ഈ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകം എന്താ അറിയോ, പിന്നെ നമ്മൾ ചെയ്യൽ നിർബന്ധമായി. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ നവംബർ 7-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് ഞാനങ്ങോട്ട് ഔട്ട് ചെയ്ത്. ഞാനിങ്ങനെ പരിപാടി സെറ്റ് ചെയ്യാനുള്ള പരിപാടി, വണ്ടിൻ്റെ വർക്ക് തുടങ്ങുകയാണ്, ഓൾ ഇന്ത്യ പോകണമെന്നാണ് ഔട്ട് ചെയ്ത്. അതിന് പിന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ റെസ്പോൺസിബിലിറ്റി ആയല്ലോ, നിർബന്ധമായി. ആ വാശി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഔട്ട് ചെയ്ത്. അങ്ങനെ ഇത് വണ്ടിൻ്റെ വർക്കുകൾ തുടങ്ങിയപ്പോൾ എല്ലാം ഓരോരുത്തർ സപ്പോർട്ട് ചെയ്ത് വർക്കുകളൊക്കെ ഏകദേശം എൻ്റെ അയക്കുന്നു. ഞാൻ എന്ത് ചെയ്ത്, ഇനി ആൾ വേണം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവാം. അപ്പോൾ വീട്ടുകാർ ഒരു കണ്ടീഷനെ വെച്ചോളൂ, ഒറ്റയ്ക്ക് പോകരുത്, ആളെ വെച്ചോ. വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് 2 അളിയന്മാർ, 2 സിസ്റ്റേഴ്സും ഉമ്മയുള്ളത് ഭയങ്കര സപ്പോർട്ടാണ്. ഫസ്റ്റായിട്ട് ഞാൻ ഓരോടെ പറഞ്ഞത് വിട്ടെന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ഒരാളും ചെയ്തൊരു പരിപാടി ചെയ്ത്, അത് ശരി ഗിവ് അവേ ഇട്ട്, ഞാനൊരു വീഡിയോ ഇട്ട്, ഗിവ് അവേ മോഡലിൽ നമ്മളൊരു യാത്ര പോവാണ്. ആ യാത്ര പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഇങ്ങനെയാണ് ഡീറ്റെയിലുകളൊക്കെ പറഞ്ഞു, ഇത്ര രാജ്യങ്ങൾ ഇത്ര ദിവസം വെച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അത്രക്ക് യാത്രക്ക് തലക്ക് പിടിച്ച ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. നമുക്ക് ഓക്കെ ആണെങ്കിൽ, നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അതിൽ 1000-ഓളം ആളുകൾ വിളിച്ച് 1000-ഓളം ആളുകൾ വിളിച്ച് നമ്മളൊരു ആഗ്രഹത്തിന് ഇറങ്ങി തിരിച്ചാൽ ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇത് വിടൂല. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കും, കാര്യങ്ങൾ പറയും, വാട്സപ്പ്. ഞാനൊരു 3 വോയിസ് സെറ്റ് ചെയ്ത് വെച്ച്. കാരണം ഇത്രയും ആളുകൾക്ക് നമ്മളിത് ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞ കാര്യങ്ങൾ 1000-ഓളം ആളുകൾക്ക് ഒരേ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെ നിൽക്കണം, ഡിപ്രഷൻസ് എന്ന സാധനം ഇതിൽ പെട്ടെന്ന് കയറും, അഭിപ്രായ വ്യത്യാസങ്ങൾ കയറും, ഒരാളൊരു ദിവസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, നെഗറ്റീവ്സിനെ കുറിച്ച് വണ്ടിയിൽ സംസാരിക്കാൻ പാടില്ല, ഏറ്റവും നല്ലതിനെ പറ്റി സംസാരിക്കുക, വീഡിയോസുകൾ അങ്ങനെ വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സാധനം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 വോയിസുകൾ നമ്മൾ 3 ആളുകളിലേക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കും.
ഓരോട് വാട്സപ്പ് ചെയ്യാൻ പറയും, നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ പിന്നെ പകുതി ആൾക്കാർ വരില്ല, അതെല്ലാം ഡൗൺ ആവും. അപ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, അവരോട് പൈസ ഇറക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ കുട്ടികളൊക്കെ കുറേ മെസ്സേജ് അയക്കുക. അതിൽ ഈ വോയിസ് കേട്ടിട്ടും റിട്ടേൺ കുറേ മെസ്സേജ് വന്ന് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റീപ്ലൈ കൊടുക്കില്ല, മനഃപൂർവ്വം കൊടുക്കില്ല. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മളെ പിന്നാലെ കൂടും. അപ്പോൾ ചിലതിന് റീപ്ലൈ കൊടുക്കില്ല, ഒരു വിളിച്ച ഫോൺ കൊടുക്കില്ല, മനഃപൂർവ്വം ചെയ്യണതാണ്. കാരണം വെച്ചാൽ ഒരു പിന്നാലെ കൂടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടിയ ആൾക്കാരാണ് ഈ പറഞ്ഞ രണ്ടാൾക്കാർ. ഈ ജവാദ് കൊണ്ടോട്ടി ഇന്ന് സാഹചര്യം കൊണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ തിരൂരുള്ള നമ്മളെ ഇബ്രാഹിം. അപ്പോൾ ഞാൻ ഓർക്ക് ഞാട്ടൊരു ഓമനപ്പേരാണ് ജാവി ഇബ്രു എന്നുള്ളത്. അപ്പോൾ ഓല് വീട്ടിൽ വന്നു, ഞാൻ ഓലെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ഇവർ എവിടുന്നാണ് വരുന്നത്, എങ്ങനെ വരുന്നു, ഇത് സിറ്റുവേഷൻ നമുക്കറിയില്ല, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അറിയില്ലോ. ഒരാഴ്ചത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രോവേർട്ടാണ്, ഓല് ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടാണ് ഈ സംഭവം സക്സസ് ആയത്. പിന്നെ ലോങ് ജേർണിക്ക് എപ്പോഴും ഒരു കാര്യമുള്ളൂ, സുഹൃത്തുക്കൾ ഒരിക്കലും കൊണ്ടാതിരിക്കുക. കാരണം നമുക്ക് ഓരോട് കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യണതിന് പറയുന്നതിനൊക്കെ ലിമിറ്റ്സ് ഉണ്ടാവും. ഇതിനതില്ല. നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ദേഷ്യം വരാൻ, വാശി വരാൻ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞുകൂടാ, മുഖത്ത് നോക്കി പറഞ്ഞുകൂടാ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിന് ആയുസ് വെറും 10 മിനിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം ഇത് 24 അവർ 3 ഫേസ് ഒരേ സമയം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, കാലാവസ്ഥ മാറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ സിറ്റുവേഷൻസ് അത്ര ശരിയാവില്ല, കാരണം ഒരു ഓട്ടോറിക്ഷയിലല്ല പോണത്. അപ്പോൾ ദേഷ്യം വരാം, വെറുതെ ഡിപ്രഷൻ. നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് ഞാനും നിങ്ങളും പോകണമെങ്കിൽ പോലും നമുക്ക് ചുമ്മാ നിങ്ങളോട് ദേഷ്യമൊക്കെ വരും, അതിന് കാരണമൊന്നും ഉണ്ടാവില്ല. അത് ഈ സംഭവം ഞാൻ അവരോട് വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവരോട് ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് അവർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞതാണ്, ഇന്ന സമയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, 10 മണിക്ക് ഇതാണ് നിങ്ങളെ മൈൻഡ്, 1 മണിക്ക് ഇതാണ്. കാരണം ഞാൻ യാത്രത്തിന് മുന്നേ പോയതാണ്. 1 മണിക്ക് നിങ്ങളെ മൈൻഡ് ഇതാണ്, 4 മണിക്ക് നിങ്ങളെ മൈൻഡ് ഇതായിരിക്കും, വൈകുന്നേരം 7 മണിക്ക് നിങ്ങളെ മൈൻഡ് ഇതായിരിക്കും. 7 മണി മുതൽ കൂളാവും, 10 മണി വരെ കൂളാണ്. ഒരു ഉച്ചക്കൊരു 1 മണി 11-12 മണി മുതൽ തൊട്ടിട്ട് ഒരു 4 മണി വരെ ഭയങ്കര പ്രശ്നമാണ്. വെറുതെ ദേഷ്യം വരും. അതിന് കാരണമൊന്നുമില്ല. ഈ ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും നമ്മൾ ഇത് വരും. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അത് എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആവുക, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഓട്ടോ ഓടിക്കുക. ഞാനതാണ് ചെയ്തിരുന്നത്. ഫുൾ ടൈം ഞാൻ ഒന്നെങ്കിൽ ഓട്ടോ ഓടിക്കും, വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും. ഒഴിഞ്ഞിരുന്ന പ്രശ്നമാണ് അത്. നമ്മൾ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഒഴിഞ്ഞിരുന്ന പ്രശ്നമാണ്, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കഴിഞ്ഞൊരു 170 ദിവസങ്ങളിൽ കടന്നു പോയത്. പിന്നെ അവർ നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ടും അപ്പം പിടിച്ച് താൽക്കാലികം പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ട് കാര്യം അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അങ്ങനത്തെ നിലവിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്യാങ് ഫോമായി. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരും ഞാൻ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല. വണ്ടിൻ്റെ ടോട്ടൽ വർക്ക് ഞാൻ എടുത്തു. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഫുഡിങ്ങിൻ്റെ എക്സ്പെൻസും എവിടെയെങ്കിലും കയറുമ്പോഴുള്ള ടിക്കറ്റ് എക്സ്പെൻസ്, മറ്റു യാത്ര നമ്മൾ ചെയ്യുമ്പോഴുള്ള എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനിട്ട് നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും കിറ്റ് ചെയ്യാനുള്ള അവസരം ഇതിലുണ്ടാവും. ഇപ്പം നിങ്ങൾ ഇതിലൊരു മോശം പ്രവണത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിനിട്ട് നിങ്ങളെ കിറ്റ് ചെയ്യാം. കാരണം വേറെ അഗ്രിമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലി പോലെ കൊണ്ട് നടക്കേണ്ട പരിപാടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 10 ദിവസം വന്ന് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾ പോരി. അങ്ങനെ 10 ദിവസം വന്നതാണ്. അതങ്ങനെ പോയി 170 ദിവസം നമ്മളെ കയ്യിലുള്ള 2009 മോഡൽ ഓട്ടോ ആണ്. അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ യാത്രക്കും വേണ്ടിയിട്ട് വരുത്തിയിട്ടുള്ളത്. കുറേ വീഡിയോയിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കേൾക്കാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി. കാരണം ആ ഓട്ടോന് ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നുന്നു. അത് 2009 എടവണ്ണ മോഡൽ, നിലമ്പൂർ മോഡൽ വണ്ടിയാണ്. ആ വണ്ടിൻ്റെ പഴയ ഫോട്ടോ എൻ്റെ അടുത്ത് ഇല്ല. പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടിമക്ക് പോലും നിങ്ങൾ നോക്കൂല, അത്രയ്ക്ക് ബോറായിരുന്നു. അതിൻ്റെ എൻജിൻ കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു ഉസ്താദിൻ്റെ അടുത്താണ് ഞാൻ എടുക്കുന്നത്. ഉസ്താദിനോട് പറഞ്ഞത് ഇതിന് വേറൊരു ഗ്യാരണ്ടി ഞാൻ തരുന്നില്ല, ഇതിൻ്റെ എൻജിൻ പക്കയാണ്. അപ്പോൾ അങ്ങനെ തന്ന് ഞാനത് എടുത്തു. അതുമ്മ പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്ത് വരുന്നത് വെച്ചാൽ വണ്ടിക്ക് ഹൈഡ്രോളിക് ഷോക്ക് അബ്സറാണ്. അതായത് പഞ്ചിങ്ങുള്ള കൂടുതൽ നമുക്ക് പ്രശ്നം വരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹൈഡ്രോളിക്കാണ്, 2 ആക്സിലേറ്ററാണ്. കൈയിനും ആക്സിലേറ്ററാണ്, കാലിനും ആക്സിലേറ്ററാണ്. അത് ഇറക്കങ്ങളിൽ നമ്മൾ കൈ ഉപയോഗിക്കും, ഇറക്കത്തിൽ നിന്ന് കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ. കയറ്റം പക്കാ സ്ട്രൈറ്റ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസം വരുവാറില്ല, 25-30 കിലോമീറ്ററൊക്കെ സ്ട്രൈറ്റ് പോണ റോഡുകളൊക്കെ ഉണ്ട്. നമ്മൾ ആക്സിലേറ്ററിൽ ഒരു കല്ലൊക്കെ വെച്ചെടുത്താൽ മതി, അതങ്ങനെ പോയിക്കോളും. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാല് പ്രസ് ചെയ്താൽ മതി. ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഇവിടുത്തെ ബലക്ഷയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലിന് എന്താ വെച്ചാൽ അത് ഞാൻ കാണുന്ന പ്രേക്ഷകരോട് പറയണമെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷന്മാർ 2 ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല. നമ്മൾ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്തത്, കാരണം അതിന് ഇൻഷുറൻസ് കിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നേ പാടുള്ളൂ, കാലിന് പാടില്ല, കയ്യിനാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ അതിനുള്ളത് അതിൻ്റെ ഉള്ളിൽ 2 ഫാനുണ്ട്. പിന്നെ
അതിൻ്റെ സീറ്റ് മിസ്തുബിഷിൻ്റെ സീറ്റാണ്. ഫ്രണ്ട് സീറ്റ് പുഷ് ബാക്കാണ്. പുഷ് ബാക്കുമാണ്. അത് മുന്നോട്ടും ബാക്കോട്ടും നീക്കാനും പറ്റും. അതാണ് നമ്മളെ നിലനിർത്തിയത്. നമുക്കൊരു നമ്മൾ ഊരവേദന എന്നൊക്കെ പറയുന്ന സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 10 മണിക്കൂർ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു പല ദിവസങ്ങളിലും. നോമ്പിനൊക്കെ കണ്ടിന്യൂസ് നമ്മൾ തന്നെ ചെയ്തിരുന്നത്. ഇതിൽ പിന്നെ അതിന് സോളാറാണ്. അത് കാരിയറുണ്ട്. കാരിയറിലാണ് നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കുക ഏറ്റവും മേലെ. പിന്നെ അത് സോളാറിലാണ് അതിൻ്റെ ഉള്ളിലെ ലൈറ്റ്സുകൾ. വണ്ടിൻ്റെ താഴ്ഭാഗം ടോട്ടൽ ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഉൾഭാഗം ടോട്ടൽ ലൈറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിൽ മഞ്ഞിൽ പോണ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ ഒറിജിനൽ കറണ്ട് അടക്കമുള്ള 3 ചാർജർ കണക്ഷൻസ്, കെറ്റൽസ് ഉപയോഗിക്കാനുള്ള എല്ലാ കണക്ഷൻസുകളുണ്ട്. ഇതൊക്കെ സോളാറിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ അതിൻ്റെ ബാക്കിലെ സീറ്റ് ഇൻഡിഗോൻ്റെ സീറ്റാണ്, കാറ്. അതും പഞ്ചിങ്ങാണ് സീറ്റാണ്. അതുപോലെ ഈ ബാക്കിലെ സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മളെ ഏറ്റവും മേലെ ഒരു തട്ടുണ്ട്. ഡ്രസ്സ് ഈ ഷോക്കേസ് പോലെ ഡ്രസ്സ് വെക്കാനുള്ള 3 ആൾ ഡ്രസ്സ് വെക്കാനുള്ളത് മേലുണ്ട്. അതിൻ്റെ നേരെ താഴെ 3 ബോക്സാണ്. അതിൽ ഒരു ബോക്സിൽ ഈ കെറ്റൽ, ഫുഡ് പാക്കറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസിൽ. സെൻറ്റർ ബോക്സിൽ നമ്മളെ പാത്രങ്ങൾ, ഇങ്ങനത്തെ പരിപാടികൾ. ഒരു ബോക്സിൽ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വെജിറ്റബിൾസ്, ഇങ്ങനത്തതിനായിട്ട് ഒരു ബോക്സും ഉണ്ട്. ഇതാണ് നിലവിലെ വണ്ടിമുള്ള സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ. ടോട്ടലി ലൈറ്റ്സ് അല്ല ഇത്, പക്ഷേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വണ്ടിമേ കയറ്റിയിട്ടുള്ളൂ നിലവിൽ. അതാണ് വണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പിന്നെ അതുപോലെ നമുക്ക് വണ്ടിൻ്റെ സീറ്റിൻ്റെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് നമ്മൾ പിടിക്കണ വണ്ടിയിൽ ബാക്കിൽ 2 ആൾക്കാർ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിടിക്കേണ്ട സ്ഥലമുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്താ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ മെഡിസിൻ ബോക്സ് ഉണ്ട് അതിന് മുന്നിൽ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് കാല് അതിന് കയറ്റി വെക്കാം. എന്നിട്ട് 2 ആൾക്ക് സുഖമായിട്ട് ബാക്കിൽ ഉറങ്ങാം. ഇനി വണ്ടി അവിടെ സൈഡ് നിർത്തിയിട്ട് ടെൻ്റ് അടിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലും നമുക്ക് അവിടെ കിടന്ന് സുഖമായിട്ട് മുന്നത്തെ ആൾക്ക് പുഷ് ബാക്ക് സീറ്റ് വലിച്ചിട്ട് അവിടെ കിടക്കാം. ബാക്ക് ഞങ്ങളൊരു 3 ദിവസം ഓട്ടോറിക്ഷ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് -3 നമ്മൾ ഓട്ടോറിക്ഷ കിടന്നുറങ്ങിയിട്ടുണ്ട്. -3 ഹെൻല ലഡാക്കിൽ 2 സൈഡിലും ബാക്കിലുള്ള ആളുകൾക്ക് കാല് കയറ്റി വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു പ്രശ്നമില്ല. അത്രയും സെറ്റപ്പാണ്. അതാണ് വണ്ടി. ഒരു വീടാണ്. നമ്മളെ ഫുഡ്, നമ്മളെ വീട്, നമ്മളെ ട്രാവലിങ്, ടോട്ടൽ വണ്ടി. വണ്ടിമേലാണ് ഫുൾ പരിപാടി നടന്നിട്ടുള്ളത്. വണ്ടിയാണ് ലോകം ഹൈലൈറ്റ്. അത് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര. എനിക്ക് തോന്നുന്നു ഒരു കാറാണെങ്കിൽ പോലും അങ്ങനെ പോകില്ല. ഫെബ്രുവരിയിലാണ് ഇവിടുന്ന് 9-ാം തീയതി ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് യാത്രക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചെത്തോളും ഫുഡുകളൊക്കെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയതാണ് എന്നുള്ളത് എത്രത്തോളം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഫുഡും ഭക്ഷണം മറ്റു നമ്മൾ പിന്നെ കുക്കിംഗ് ആണ് പരിപാടി. സെൽഫ് കുക്കിംഗ് ആണ്. ചെറിയൊരു ഗ്യാസും കുറ്റിയും അതിൻ്റെ ഒരു അടുപ്പും കാര്യങ്ങളും. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഓരോ ചെറിയ ബോട്ടിലാക്കിയിട്ട് പേരെഴുതി ഫുള്ള് സെറ്റാക്കി തന്നേന്. പിന്നെ എല്ലാം അമ്മേൻ്റെ പ്രൊഡക്റ്റാണ്. വീട്ടിലെ അമ്മേൻ്റെ സാധനങ്ങളാണ് അതിലുള്ള എല്ലാ സംഗതികളും. അതുമ്പോൾ ഫുള്ള് സെറ്റാക്കി തന്നായിരുന്നു. നമുക്ക് കോസ്റ്റ് വളരെ കുറവാണ്. കാരണം നമ്മളൊരു ദിവസത്തെ ഫുഡ് മെനു എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം ഒരു 6 to 7 മണിക്ക് സൈഡാക്കും. വണ്ടി അൾട്ടാക്കും എവിടെയെങ്കിലും. അതൊരു ഗ്രാമപ്രദേശത്തേക്കാണ് അധികം അൾട്ടാക്കുക. ഗ്രാമത്തിലൂടെ ഓടൂല. 6 to 7 നമ്മൾ അൾട്ടാക്കും. ഗ്രാമത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത്. എന്നിട്ട് ഈ ഗ്രാമത്തിൽ സഞ്ചരിച്ചുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിസ്റ്റിൽ പീസ്ഫുള്ളായിട്ട് നിൽക്കാം. പിന്നെ അവിടുത്തെ ആളുകൾ ഒച്ചപ്പാടും വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. അവർ നമ്മൾ വരുമ്പോൾ തന്നെ വെൽക്കം ചെയ്യും. നമ്മളെപ്പോഴും ഒപ്പമുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ സംസാരിക്കുക. അവരോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, അപ്പോൾ നമുക്കൊരു ടെൻ്റ് അടിക്കാനുള്ള ചെറിയ സ്ഥലം തരും. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അവർക്കുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തുകൂടാ. പല സ്ഥലങ്ങളും ജന്മിത്ത് നടക്കുന്ന നാടുകളാണ്. അപ്പോൾ അവർക്കൊരു റെസ്പെക്റ്റും കാര്യം കൊടുത്ത് അവരോട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവർ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം, അതിലേക്കുള്ള വെള്ളം, സൗകര്യം, ഫുഡ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഒരു 8 മണിക്ക് ഫുഡ് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 9 മണിയാകുമ്പോഴത്തേന് ഫുഡ് റെഡിയാവും. അത് നമ്മളൊരു തക്കാളി കറി, പരിപ്പ് കറി, ഇങ്ങനൊരു വെജിറ്റബിൾസ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് ചിക്കൻ ഇങ്ങനെ ഉപയോഗിക്കില്ല. എന്ന് വെച്ചാൽ ഹലാൽ ചിക്കൻ പല സ്ഥലങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്, നോൺ വെജ് ഉപയോഗിക്കാത്തത്. ഇതിൽ നമ്മൾ ചോറ് മാത്രം, രാത്രിക്കുള്ള ചോറ് മാത്രം അപ്പോൾ അന്ന് ആ രാത്രിക്കുള്ള ചോറ് ഉണ്ടാക്കും. കറി ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം ഉച്ചക്കുള്ള കറിയും കൂട്ടിയിട്ടുണ്ടാക്കും. പരിപ്പ് കറി ആണെങ്കിലും കടല, ചെറുപയർ, തക്കാളി കറി, വെജിറ്റബിൾസ്, സാമ്പാറൊക്കെ ആണെങ്കിലും പിറ്റേ ദിവസം ഉച്ചക്കുള്ളതും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക. എന്നാൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കറി രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കറി മാത്രം ഒന്ന് ചൂടാക്കും. പിന്നെ ഉച്ചക്കുള്ള ചോറ് അപ്പം പിടിച്ച് രാവിലെ നമ്മൾ പോണതിന് മുന്നേ ചോറുണ്ടാക്കും, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കും, ഒരു ബിസ്ക്കറ്റ് കഴിക്കുക, നേരെ യാത്ര ട്രാവൽ ചെയ്യുക. നമ്മളൊരു ദിവസം 150 to 200 കിലോമീറ്റർ ഓടിയിരുന്നത്. എന്നിട്ട് ഫുഡ് എങ്ങനെ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ 12 to 1 മണിയാകുമ്പോൾ റോഡ് സൈഡിൽ നല്ല ഗ്രാമത്തിൽ എവിടെയും സൈഡാക്കും. അവിടുന്ന് ഫുഡ് കഴിക്കുക, പിന്നെയും ട്രാവൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ ഫുഡ്
പാക്കറ്റ്. പിന്നെ ഈവനിങ് ചിലപ്പോൾ ഒരു ലൈറ്റ് ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി വീണ്ടും തുടരും. 6-8 അതിനുള്ളിൽ വണ്ടി ഇങ്ങനെ റിപ്പീറ്റ് ആവും. സൗത്ത് ഇന്ത്യ ഓൾറെഡി പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോർത്ത് സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പം ഇപ്പോൾ ഇന്ത്യ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല സംസ്കാരങ്ങൾ കൂടി ചേർന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും പലവിധ സംസ്കാരങ്ങളും പലവിധ ആളുകളേക്ക് ഓരോ നാടുകളിലേക്ക് ഇങ്ങനെ കയറുമ്പം ഓരോ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഈ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. കാരണം നമ്മളെപ്പോഴും പറയലുണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം പഠിച്ചു എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ അല്ലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ട്രാവലിംഗ്. അപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ച് മനസ്സിൽ തങ്ങിയ കുറച്ച് അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യ വരെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയും. പലതും കാണുന്നുണ്ട്, കുഴപ്പമില്ല പോട്ടെ എന്നുള്ള ലെവൽ നമ്മളതിനെ മോശപ്പെടുത്തല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറേ ഉണ്ടാവാം. ഒരു പക്ഷേ നമ്മളെ മനസ്സിലുണ്ടല്ലോ അതൊക്കെ സ്വാഭാവികമല്ല എന്നുള്ളൊരു സംഭവമാണ്. സൗത്ത് ഇന്ത്യ കഴിഞ്ഞ് ഛത്തീസ്ഗഡ് നോർത്തിൽ കയറുമ്പോൾ, നോർത്ത് ഈസ്റ്റ് അല്ല നോർത്തിൽ നമ്മൾ കയറുമ്പോൾ, ഛത്തീസ്ഗഡ് കഴിഞ്ഞ് ഒറീസൊക്കെ എത്തുമ്പോൾ നമ്മൾ വേറെ ലെവലിൽ പോകും. പല സംഭവങ്ങളും ഗ്രാമങ്ങളിലൊക്കെ കയറുമ്പോൾ ഒരു 100-150 കൊല്ലം പഴക്കമുള്ള അത്രയ്ക്ക് ബാക്കിലാണ് പല സ്റ്റേറ്റുകളും. ഒറീസയിലൊക്കെ ഞങ്ങളൊരു വെള്ളിയാഴ്ച ഉച്ചൻ്റെ ശേഷം നമ്മളവിടെ എത്തുമ്പോൾ ഭയങ്കര ബാൻഡും കൊട്ടും പരിപാടിയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കല്യാണമെന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചെറിയ നാട്ടുരാജ്യം, ഒരു 100 വീട് കൂടി ചേർന്നൊരു നാട്ടുരാജ്യം. ആ നാട്ടുരാജ്യത്തിൽ അവിടെ ഒരു കുളത്തിൻ്റെ ചുറ്റും സ്ത്രീകൾ ഒരു 50ഓളം സ്ത്രീകൾ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്, കുട്ടികൾ ബാൻഡ് കൊട്ടുന്നുണ്ട്. പിന്നെ പല പാടത്തിൻ്റെ പല വക്കത്തും ഇങ്ങനെ ആളുകൾ 3-4 ആൾക്കാർ ഇരുന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. കുളത്തിലൊരു തേങ്ങ ഉടച്ചിട്ട് ഒരു പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓല് നിൽക്കണ 100 വീട് ഓൽക്ക് രാജ്യമാണ്. അപ്പോൾ അന്യരാജ്യത്തു നിന്ന്, അത് അന്യരാജ്യം ഓല് ഉദ്ദേശിക്കുന്നത് തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത്, അതാണ് ഓല് ഉദ്ദേശിക്കുന്നത്. അന്യരാജ്യത്തു നിന്ന് ഓൽക്ക് കണ്ണീറ് തട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ആളുകളിൽ നിന്ന് അക്രമങ്ങൾ വരാതിരിക്കാൻ ഇവരൊരു കൊല്ലത്തിൽ നടത്തുന്ന പൂജയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്വപ്നഭൂമി. എങ്ങനെയൊക്കെയാണ് ഓലെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സിനിമകളിലും ഫാൻറ്റസി കഥകളിലൊക്കെ കാണുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പോൾ ഒറീസയിലെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ഡ്രസ്സ് വരെ ഇല്ല. വലിയ ആളുകൾക്കൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം മറച്ചു വെച്ചിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അത്രയ്ക്ക് പട്ടിണി കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഒറീസ എന്ന് പറഞ്ഞത്. പിന്നെ വിദ്യാഭ്യാസം അത്ര ബാക്കിലോട്ട്. പിന്നെ ഒറീസ നമ്മൾ കഴിഞ്ഞാൽ അതുപോലെ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നുന്ന ആസാമികളെ കാണുമ്പോഴാണ്. ആസാമികൾ ഭയങ്കര സ്നേഹിക്കുന്ന ആളുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഞാൻ പറയാം ആസാമികളും പഞ്ചാബികളുമാണ്. അപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്നേഹിച്ച നെക്കിക്കൊല്ലല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ പോലെ അതിൽ പെട്ട ആളുകളാണ് ആസാമികൾ, പഞ്ചാബികൾ എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നാഗാലാൻഡിൽ തല വെട്ടുന്നൊരു ഗ്രാമമുണ്ട്, ലോങ്വ വില്ലേജ് എന്ന് പറഞ്ഞാൽ. പ്രശ്നങ്ങളൊക്കെ അക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തല വെട്ടുന്ന ഗ്രാമം, അതുമാതിരി രാജഭരണം നടക്കുന്ന ഗ്രാമം. ലോങ്വ വില്ലേജിൽ 60 നാട്ടുരാജ്യങ്ങളാണ് അവിടുത്തെ ഒരു കിങ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോങ് വില്ലേജിൻ്റെ പ്രത്യേകത ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കിങ്ങിൻ്റെ വീട് പാലസിൻ്റെ ഒരു ഭാഗം, പാലസിൻ്റെ നടുഭാഗത്തുനിന്ന് ഒരു ഭാഗത്തോട്ട് മ്യാൻമറും ഒരു ഭാഗത്തോട്ട് പിന്നെ ഇന്ത്യയാണ്. അവർക്ക് 2 ഇതിലും പൗരത്വമുണ്ട്, പക്ഷേ അവർ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമില്ല. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ഇയാളാണ് നോക്കണത്. ഒരു രാജാവ്, ആ രാജാവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. പ്രസിഡൻഷ്യൽ ഹൗസ് എന്നാണ് അതിന് പറയുക. വോട്ട് 2 സ്ഥലത്തും ഉണ്ട്, മ്യാൻമാറിലുണ്ട്. ഇവർ സംസാരിക്കണ ഇവരിന്ന് കിട്ടിയ വിവരമാണ് നമ്മൾ ഷെയർ ചെയ്യണത്. എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ചെറിയ റോഡിൻ്റെ കുഴി ഉണ്ടായ ഭയങ്കര പ്രതിഷേധമൊക്കെ വരും. അതൊക്കെ നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടുകാരെ സല്യൂട്ട് അടിക്കാൻ തോന്നും. കാരണം നാഗാലാൻഡിലൊന്നും റോഡേ ഇല്ല. പിന്നെ അവിടുത്തെ NH എന്ന് പറയുന്നത് ഇതാണ്, മണ്ണ് റോഡില്ലേ, അതാണ് അവരെ NH എന്ന് പറയുന്നത്. കാരണം അവരെ വീട് അവരെ ഒരു 10 സെൻറ്റ് ഭൂമി വിട്ടിട്ട് അവരെടുക്കും പോകില്ല. അതാണ് അവരുടെ ലോകം. അപ്പോൾ ഒരു 100-150 കിലോമീറ്ററൊക്കെ ടാറിടാത്ത റോഡിലൂടെ നമ്മൾ ഈ വണ്ടി ഓടിച്ച് അങ്ങനെ പോവാം. വേറെ വഴിയൊന്നുമില്ല, വേറെ റോഡുകളില്ല. റോഡുകളുണ്ടല്ലോ നമ്മളിവിടെ, ഇട റോഡുകളുണ്ടാവില്ല, ചെറിയ പോക്കറ്റ് റോഡ്. അങ്ങനത്തെ പോക്കറ്റ് റോഡൊന്നുമില്ല. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ നാഗാലാൻഡിലൊക്കെ 1-2 റോഡുകളെ കാണുള്ളൂ. അങ്ങനെ പോകണേ 1-2 റോഡുകളെ കാണുള്ളൂ, അല്ലാതെ വേറെ റോഡുകളില്ല. അതിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ആസാമാണ്. ആസാമിൽ ഗുവാഹട്ടി പോകാണ്ട് ഒരാൾ എവിടേക്കും പോകാൻ പറ്റില്ല. ആസാമിൽ കയറാണ്ട് എവിടേക്കും പോകാൻ പറ്റില്ല. ആസാമാണ് ഹെഡ്. ഗുവാഹട്ടി, സിൽച്ചർ, ഇങ്ങനെ ഒരു 3 സിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നാണ് നോർത്ത് ഈസ്റ്റിലെ ബാക്കി 6 സ്റ്റേറ്റുക്കും എല്ലാ കാര്യങ്ങളും പോകുന്നത്. അതിൽ നോർത്ത് ഈസ്റ്റിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഷില്ലോങ്, അതായത് മേഘാലയയാണ് നമുക്ക് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും സൗന്ദര്യം
മേഘാലയയിലാണ് ചിറാപ്പൂഞ്ചി, ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ. ചിറാപ്പൂഞ്ചി ഇപ്പോൾ സൊഹറ എന്നറിയപ്പെടും. ഇപ്പോൾ അതിൻ്റെ പേര് ചിറാപ്പൂഞ്ചി അല്ല. ഞാൻ അവിടെ പോയിട്ട് ചിറാപ്പൂഞ്ചി എവിടെ ചോദിച്ചു, അത് അവർക്ക് അറിയില്ല. കാരണം അത് പണ്ട് ചെന്നൈ മദ്രാസ് ചെന്നൈ പോലെ ഇപ്പോൾ സൊഹറയാണ്. ചിറാപ്പൂഞ്ചി എല്ലാവരും കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ പെയ്യുന്ന സ്ഥലം എന്താ പറയുക. ചിറാപ്പൂഞ്ചി ഫുൾ ടൈം ഒരു പിങ്ക് കളറിലാണ് നിൽക്കുക. ചിറാപ്പൂഞ്ചി വലിയ ടൗണൊന്നുമില്ല. ഇപ്പോൾ സൊഹറ എന്ന് പറയും. സൊഹറൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ ഒരു പിങ്ക് കളറിലാണ് ടോട്ടലി നിൽക്കുക. മലഞ്ചെരുവുകൾ, റോഡുകളൊക്കെ ആ ഒരു പിങ്ക് കളറായിരിക്കും ടോട്ടലി. ഒരു സ്കോട്ട്ലൻഡ് ടച്ച്. അതന്നെയാണ് അവർ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞത്. അവിടെ നല്ല വെയിലിങ്ങനെ അറച്ച് നിൽക്കും, ഒറ്റ മഴ പെയ്യും. അതിങ്ങനെ നല്ല ടമ്പറിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് പെയ്യും മഴ. കാലാവസ്ഥ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ കാലാവസ്ഥ മാറും, മഴ പെയ്യും. നല്ല വെള്ളമൊക്കെ കുത്തിയൊലിച്ച് വരും. ഒരു 10 മിനിറ്റ് മഴ ഉണ്ടാവുള്ളൂ. അതുപോലെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ വെയിൽ ഇങ്ങനെ ഇറക്കും. നമുക്ക് അങ്ങാടിയിലൊന്നും വിശ്വസിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പെയ്യും മഴ. കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, നല്ല തണുപ്പാണ്. അതാണ് ചിറാപ്പൂഞ്ചി എന്ന് പറയുന്നത്. ചിറാപ്പൂഞ്ചിയിൽ ഞാനൊരു ഗ്രാമം കണ്ടു. ആ ഗ്രാമത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ 4000-ഓളം സ്റ്റെപ്പ് ഇറങ്ങണം. ഒരു ഗ്രാമത്തിൽ ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഒരു ചായ കുടിക്കണം, ഒരു ബിസ്ക്കറ്റ്, ഒരു വെജിറ്റബിൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ 4000-ഓളം സ്റ്റെപ്പ് കയറണം. അതായത് 3 മണിക്കൂർ സ്റ്റെപ്പ് കയറിയാലേ അവർക്ക് ഈ എന്തെങ്കിലും സംഭവം വാങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ടും അവരവിടെ ജീവിക്കണത്, അവരുടെ ലോകം അതാണ്. അവിടെ ഈ ഗ്രാമത്തിൻ്റെ അടിയിലോട്ട്, ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, ഈ ഗ്രാമത്തിൻ്റെ അടിയിലോട്ട് നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണ്. അപ്പോൾ വീട് വെക്കുമ്പോൾ സിമെൻറ്റ് വേണം, മണൽ വേണം, കല്ല് വേണം, ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ചാക്ക് തലയിൽ വെച്ചിട്ടാണ് ഇവരിത് ഇറക്കുക. തലയിൽ നിന്ന് ഒരു കയറ് കെട്ടിയിട്ട് ബാക്കിൽ ചാക്ക് ആ കയറുമ്പോഴാണ് ബാക്കിലിടുക. എന്നിട്ട് അത് ഇറക്കാനായിട്ട് ആളുകളുണ്ടാവും. ഇവരിങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ ഇറക്കും. ഒരു ചാക്ക് താഴോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറാണ്. ഒരൊറ്റ ചാക്ക് താഴോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് ഇവർക്ക് കിട്ടുക വെറും 100 രൂപ. അതിൽ ഇവർക്ക് താഴോട്ട് 3 മണിക്കൂറും ഇവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു 1.5-2 മണിക്കൂർ. ഇതുപോലെ ഇത് കയറും വേണം, എന്നാലേ 100 കിട്ടുള്ളൂ, 100 രൂപ കിട്ടുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ചാക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ 6 മണിക്ക് ഒരു വർക്കിനിറങ്ങും. 3 ചാക്കാണ് ഒരു ദിവസം കൊണ്ടുപോകുള്ളൂ. നമ്മളൊരു ചാക്ക് പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് ചുമ്മാ നടന്ന് ഇറങ്ങി കയറാൻ തന്നെ കഴിയില്ല. ഞങ്ങളത് ഇറങ്ങി കയറിയത് തന്നെ 6 മണിക്കൂറുണ്ടാണ്. ആ സമയത്ത് ഇവർ ഒരു ദിവസം 3 ചാക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവർക്ക് കിട്ടുക വെറും 300 രൂപ. നമ്മളൊക്കെ 3 ചാക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ആഴ്ച ബെഡിന്ന് അനങ്ങൂല, അത്രയും ടാസ്ക്കാണ്. അതിൽ പിന്നെ എല്ലാം കൊണ്ടുപോകും. പിന്നെ വലിയ ആൾമറകൾ ഇതൊക്കെ കൊണ്ടുപോകും. എന്ത് കൊണ്ടുപോയാലും 100-200 രൂപ. ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ പല്ലക്കിൽ ഒരു 50 വയസ്സിൻ്റെ മേലുള്ള ആളുകളെ ചുമന്ന് കൊണ്ടുപോകും ഈ സ്റ്റെപ്പ്. കാരണം സ്ത്രീകൾക്ക് മുട്ട് പ്രശ്നം, തേയ്മാന പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ വയസ്സായ ആളുകൾക്ക്, അമ്മമാർക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങാനോ കയറാനോ കഴിയില്ല. അപ്പോൾ ഇത് കൊണ്ടുപോകണത് പല്ലക്കിൽ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 400 രൂപ. 4 ആളാണ് പല്ലക്ക് പിടിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടു. ഒരു വയസ്സായ ഒരു അമ്മ അതിൻ്റെ കുട്ടീനെയും പല്ലക്കിൽ കയറ്റി ഇവർ ഇരുന്നു. 4 ആൾക്കാർ ഇങ്ങനെ ഷോൾഡറിൽ വെച്ചു. എന്നിട്ട് അങ്ങനെ കയറി അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് മേലെത്തി. 400 രൂപ കൊടുത്തു. അവർ ചായ കുടിക്കാൻ വേണ്ടി എന്തോ അങ്ങനെ പോയി. അവരെ സംബന്ധിച്ച് സ്ഥിരമാണ് ഇതാണ് അവിടുത്തെ. പിന്നെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, ചെറിയ കുട്ടി, ഒരു ദിവസം പ്രായം ഉണ്ടാവുള്ളൂ. ഡെലിവറി കഴിഞ്ഞ് ഞാൻ നേരിട്ട് കണ്ടു. ഡെലിവറി കഴിഞ്ഞ് വരുന്ന കുട്ടിനും ഈ സ്റ്റെപ്പ് ഇറക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പല്ലക്കൊന്നുമില്ല. ഈ പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നേരെ വന്നിട്ട് കൂളായിട്ട് ഇറങ്ങിയാണ് പോയി. നമുക്ക് നമ്മളിവിടെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. ഈ സ്റ്റെപ്പാണ് ഇറങ്ങി പോണതും ഇത് കയറണതൊക്കെ. അതൊക്കെ നമ്മൾ ഈ മേഘാലയ ഭാഗത്ത് അങ്ങനത്തെ ഗ്രാമങ്ങളിലാണ്. ഭയങ്കര. അതുപോലെ ഭൂട്ടാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര പീസ്ഫുൾ, കാമാൻ കൂൾ. നമ്മൾ ഒരു പരിധി വിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. ഭൂട്ടാൻ രാജ്യത്തിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ വെറും ഒരു ആധാർ കാർഡ് മാത്രം മതി. ഭൂട്ടാൻ, നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് നമുക്ക് പൈസ, വിസ ഇതൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റും. പക്ഷേ ഭൂട്ടാൻ്റെ പ്രത്യേകത, ഭൂട്ടാനിൽ നമുക്ക് 24 മണിക്കൂറേ ഭൂട്ടാനിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കൊള്ളണം. അതും 4 കിലോമീറ്റർ ചുറ്റളവിലേ നമുക്ക് പോകാനും പറ്റുള്ളൂ. നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക, വണ്ടി പുറത്ത് സൈഡാക്കുക, നേരെ കയറ്റി വിടും. 4 കിലോമീറ്ററിൽ കറങ്ങുക, അത് കഴിഞ്ഞാൽ ഇറങ്ങിക്കൂടുക. പിന്നെ പിറ്റേ ദിവസം കയറാം. അങ്ങനെ പരിപാടി. ഞങ്ങൾ 2 ദിവസം കയറി. അങ്ങനെ കയറാൻ പുതിയപ്പോൾ അങ്ങനെ. അതിൻ്റെ അപ്പുറത്തൊരു ടൂറിസം എന്നുള്ള ലെവലിൽ ഭൂട്ടാനിൽ 10-15 ദിവസം നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ടൈം പറയണത്, ഒരു ദിവസത്തിന് 12,000 രൂപ ചിലവാണ്. കാരണം കയറി കഴിഞ്ഞാൽ ഓല് പറയണ വണ്ടി, ഓല് പറയണ ഫുഡ്, അല്ലെങ്കിൽ ഓല് പറയണ ഹോം സ്റ്റേ, ഇത് നമ്മളെ വണ്ടിക്കൊരു എമൗണ്ട് ഉണ്ട്.
പിന്നെ ഓല് നമ്മളപ്പം ഗൈഡിനെ വിടും, ഇതിനൊരു എമൗണ്ട്, ഗവൺമെൻറ്റിക്ക് ഒരു എമൗണ്ട്, ഇതൊക്കെ നമ്മൾ കെട്ടണം. കാരണം അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര പീസ്ഫുള്ളായിട്ട് അത്യാവശ്യം റിച്ച് നാടാണ്. അപ്പോൾ അവർക്ക് ആൾ വന്നോളണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ ഒരു ദിവസം 12,000 രൂപ ചിലവാണ്. ഇത് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭൂട്ടാനിലെ ആളുകൾ ഇന്ത്യക്കാർ പോണത് കുറവ്, നേപ്പാൾക്ക് പോണത് കൂടുതൽ. എന്താ വെച്ചാൽ നേപ്പാൾ ദരിദ്ര രാഷ്ട്രമാണ്. നേപ്പാൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടും പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടുമാണ് അവരെ സാമ്പത്തികം കവർ ചെയ്ത് പോകുന്നത്. നേപ്പാളിൽ നമുക്ക് നമ്മളെ വണ്ടി നമ്മൾ 15 ദിവസം കയറ്റി. നേപ്പാളിൽ നമ്മളെ വണ്ടി കയറ്റാൻ വെറും 350 രൂപ വരുന്നുള്ളൂ. ഇന്ത്യൻ മണി കണക്കൂട്ടുമ്പോൾ ഒരു 250 രൂപ, 200 രൂപയാണ് ഇന്ത്യൻ മണി കണക്കൂട്ടുമ്പോൾ. നേപ്പാൾ മണി എന്ന് പറഞ്ഞാൽ നമ്മളെ 1 രൂപ അവർക്ക് 1.60, നമ്മളെ 10 രൂപ അവർക്ക് 16. അതാണ് അവരുടെ സിസ്റ്റം. അവർ നമ്മളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. അവിടെ കയറാൻ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സൊനാലി അല്ലെങ്കിൽ പിന്നെ നക്സൽബാരി, വെസ്റ്റ് ബംഗാളിൽ നിന്ന് നക്സൽബാരി, UP-യിൽ സൊനാലി പോയൊക്കെ നേപ്പാളിൽ കയറാം. നേപ്പാളിലൊരു മലയാളി ഉണ്ട്, ബോബിച്ചേട്ടൻ, നേപ്പാൾ മലയാളി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കും നേപ്പാളിൽ പോവാം, നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബോബിച്ചേട്ടൻ ഫുൾ ടൈം നേപ്പാളിലുള്ള ആളാണ്. എന്ത് ഹെൽപ്പും മൂപ്പർ ചെയ്തു തരും. ഇനിയിപ്പോൾ എവിടെ പോയാലും ഫണ്ട് ഇട്ട് തരും. നമ്മൾ ഇന്ത്യൻ മണി മൂപ്പർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പർ നേപ്പാൾ മണി റിട്ടേൺ വിട്ട് തരും. നേപ്പാൾ ഗവൺമെൻറ്റിൽ അങ്ങനെ കുറേ പരിപാടികൾ അവിടെ ഉള്ള ആളാണ്. ഫുൾ ടൈം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേപ്പാളിലുള്ളതാണ്. പിന്നെ അതാണ് നേപ്പാളിനെ പറ്റി പറഞ്ഞാൽ കുറേ പറയാം. നമ്മൾ ഹിമാലയം കയറിയ കാര്യങ്ങളും കുറേ നടന്നു പോയതും കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാശ്മീർ, മണാലി, കുള്ളുവിൽ പൽഗി വില്ലേജ് എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. അവിടെ നമ്മൾ 10 ദിവസം നിന്ന് ഒരു ദിവസത്തിന് പോയതാണ്. ആ ഗ്രാമം, അതിൻ്റെ ആംബിയൻസും, ഒരു മലയാളി ഉണ്ട് അവിടെ, ഒരു ഹസീബിക്ക എന്ന് പറയും, വണ്ടൂരുള്ള മൂപ്പര്, ഒരു പൽഗി വില്ലേജിൽ ഏറ്റവും ടോപ്പിൽ ഒരു മുള കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പറ്റുവാണെങ്കിലൊക്കെ ഒന്ന് പോകണം. അവർ മുള കൊണ്ട് ഉണ്ടാക്കി മൂപ്പര് കാട്ടിൽ പോയി ആ ഗ്രാമത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു കൊല്ലം നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ആളുകൾ മൂപ്പരൊരു അനിയനായിട്ട് ഏട്ടനായിട്ട് കണ്ട് മറ്റേ ചിരടൊക്കെ കിട്ടില്ല, പെങ്ങള്, അതൊക്കെ കിട്ടി മൂപ്പര് അവിടെ താമസിക്കുള്ളൂ, ഞാൻ അവിടെ മരിക്കുള്ളൂ എന്ന് അങ്ങനെ ഒരു മനുഷ്യൻ. അവിടെ തന്നെ കൂടി. എന്നിട്ട് അവർ കാർപ്പൻ്ററാണ്. എന്നിട്ട് മലൻ്റെ മേലെ പോയി തടി ചുമന്ന് കൊണ്ടുവന്നിട്ട് 2 വർഷം കൊണ്ടാണ് ക്യാംസ്റ്റർ വില്ല എന്ന് പറഞ്ഞൊരു സംഭവം സെറ്റ് ചെയ്ത് ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. ആ ഗ്രാമത്തിൽ ആചാരമാണ് ജനുവരി 14-15 തീയതികളിൽ അവനവൻ്റെ മനസ്സിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ദേഷ്യം, വാശി, കറകളൊക്കെ തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. തീയൻ്റെ ഉണ്ട റൗണ്ട് ഗോളങ്ങളാക്കിയിട്ട് ഒരു ചരട് വെച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറി തീയൻ്റെ ഉണ്ട. അത് എറിണിയിലൂടെ ഇവർ ചിന്തിക്കണം എന്താ വെച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, ദേഷ്യം വാശിയൊക്കെ തീർക്കുക എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ആചാരം. എല്ലാവരും അറിയും. ഞാൻ അന്ന് അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ട്. നമ്മളെല്ലാവരും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തീയൻ്റെ ഇതാക്കിയിട്ട് ഇവർ എറിയും. പിറ്റേ ദിവസം അമ്പലത്തിൽ പൂജ, എല്ലാവർക്കും ഫുഡ് കൊടുക്കുക, അങ്ങനെ പരിപാടി. അവിടെ മരിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ 7 ദിവസം കയറാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ വില്ലയിൽ വന്ന തലേന്ന് അവിടെ ഒരാൾ മരിച്ചു. പിന്നെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരാൾ മരിച്ചതാണ് വീട്ടിൽ നിന്ന്. പിന്നെ ആ വീട് അശുദ്ധിയാണ്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇവർ പുറത്തേക്ക് ഇടും. എന്നിട്ട് ഇവർ പുറത്ത് കുറച്ച് അപ്പുറത്ത് വേറെ ഷെഡ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഷെഡിലാണ് ഈ വീട്ടിലുള്ള ആളുകൾ പിന്നെ താമസിക്കുക. എന്നിട്ട് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ ഈ നാട്ടിലെ ഗ്രാമത്തിലുള്ള ആളുകളെ നിർബന്ധമാണ്. അന്യഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും, എല്ലാവരും കൂടിയിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കുക, ഇവരെല്ലാവരും കൂടി കഴിക്കുക. കൃത്യം 7 ദിവസം കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തളിച്ച് ക്ലീനാക്കി, വീടും ക്ലീനാക്കിയിട്ട് ഇവരും കൂട്ടിയിട്ട് പിന്നെ ഈ വീട്ടിൽ കയറാം. അപ്പോഴാണ് ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ശരീരത്തിനും ആത്മാവിനൊക്കെ ശാന്തി കിട്ടുള്ളൂ, ആ വീട് വൃത്തിയാവുള്ളൂ. പിന്നെ പുതിയ ജീവിതമാണ്, പിന്നീട് അങ്ങോട്ട് പുതിയ ജീവിതം. ആ ഗ്രാമത്തിൻ്റെ വേറെ പ്രത്യേകത, അവിടെ അറേഞ്ച്ഡ് മാരേജ് ഇല്ല, ലവ് മാരേജ് മാത്രമേ നടക്കുള്ളൂ. പരസ്പരം കാണുക, ഇഷ്ടപ്പെടുക, ഫുള്ള് ലവ് മാരേജ് ആയിരിക്കും. നമുക്ക് ആ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ആപ്പിള്, പ്ലംസ്, ഓറഞ്ചൊക്കെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പറിക്കുക. അങ്ങനത്തെ ഒരു സ്വർഗ്ഗതുല്യമായ ഗ്രാമം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറുകളാണ്. പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ പല കൾച്ചറുകൾ തന്നെ ഉള്ളിലേക്ക് കൾച്ചറുകൾ, കാലാവസ്ഥകൾ. അതേമാതിരി എനിക്ക് സ്വർഗ്ഗതുല്യമായിട്ട് തോന്നുന്നില്ല ലഡാക്ക്. നമ്മൾ കഴിയുവാണെങ്കിൽ ഒരു മനുഷ്യൻ ലഡാക്ക് പോകണം. നമ്മളത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലഡാക്ക് ലെവലാന്ന് നമ്മൾ വിചാരിച്ചില്ല. ലഡാക്ക് റിസ്ക്കാണ് സംഭവം. ലഡാക്ക് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നങ്ങൾ വരുന്ന, മൈനസ് ഓക്സിജൻ അളവ് 10% അങ്ങനെയൊക്കെയാണ്. ആ ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറ്റംപ്റ്റാണ്. നമ്മൾ പോയത് ഓട്ടോറിക്ഷയും കൊണ്ടട്ടോ. അത് ലേയിൽ പോയി, ലേന്ന് നമ്മൾ പാങ്കോങ്ങിലേക്ക് പോയി, ചങ്ങല പാസ് വഴിയാണ് നമ്മൾ പാങ്കോങ്ങിലേക്ക് പോവുക. ഈ ചങ്ങല പാസ് എന്നൊക്കെ പറഞ്ഞാൽ
15,500 ഫീറ്റ് ഹൈറ്റിലെ ചങ്ങല പാസ് നിൽക്കുന്നത്. ഫുള്ള് മഞ്ഞിൽ നിൽക്കുന്ന ചെറിയൊരു അങ്ങാടി എന്ന് പറയില്ല, ഒരു ടൂറിസം എന്ന് പറയാം. ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ഇതിന് ടൂറിസത്തിന് മാത്രമായിട്ട് വരുന്നതാണ്. -3-4 നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കും. ഫുള്ള് മഞ്ഞിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വരെ നമ്മൾ സംസാരിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചങ്ങല പാസും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാങ്കോങ് ലേക്ക് കാണാം. ഈ പാങ്കോങ് ലേക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലേക്കുള്ള ഒരു ലേക്കാണ്. നമ്മൾ പറയില്ലേ സ്വർഗം ഭൂമിക്ക് നേരിട്ട് ഇറങ്ങി വന്നു എന്ന്, ഇത് തന്നെ സംഭവം. എഡിറ്റഡ് അല്ല, അതിലത്തെ സ്കൈ ബ്ലൂ കളർ വെള്ളം, അതിങ്ങനെ മലകളൊക്കെ നല്ല സോഫ്റ്റ്, നമുക്കിങ്ങനെ ലോങ്ങിൽ തന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുന്ന ഫീലിൽ കിട്ടും. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്, നല്ല തണുപ്പുമാണ്, മഞ്ഞൊക്കെ മൂടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടി. ഈ പാങ്കോങ് ലേക്കിൻ്റെ പ്രത്യേകത നവംബർ-ഡിസംബർ സമയത്ത് പാങ്കോങ് ലേക്ക് ടോട്ടലി ഐസാവും. ഈ ഐസിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ടോട്ടലി ഐസ് ഫ്രീസായി നിൽക്കും പാങ്കോങ് ലേക്ക്. ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ. അത് നമ്മൾ തമാശ പറയണതോ കളർ പറയണമെന്നല്ല, അത് പോയവർക്ക് മനസ്സിലാവും. സ്കൈ ബ്ലൂ കളറുള്ള പാങ്കോങ് ലേക്ക്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു 100-200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹെൻലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഈ വാൽനക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കണ ഏക സ്ഥലം. അതായത് നമുക്ക് രാത്രി 3 മണിൻ്റെ സമയം, രാത്രി 3 മണി to 4 മണിക്ക് നമ്മൾ ഹെൻലയിൽ തലേന്ന് പോയിട്ട് രാത്രി 3 മണിക്ക് നമ്മൾ ടെൻറ്റോ റൂമോ എന്തോ എടുത്തിട്ട് 3 മണിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആകാശത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാൽനക്ഷത്രം പോകണത് കാണാൻ പറ്റും. അത്ര നക്ഷത്രങ്ങൾ ടോട്ടലി ഉണ്ടാവും. അത്ര ഹയസ്റ്റിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ ഈ അങ്ങനത്തെ പഠനങ്ങൾ ഏറ്റവും നടക്കുന്നത് ഹെൻലയിലാണ്. ഞാനത് കണ്ടില്ല, കാരണം ഇത് സമയം 3 മണിയാണെന്നുള്ള നമുക്ക് മനസ്സിലായില്ല. ഹെൻലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളവിടെ എത്തി. രാത്രി 7 മണി മുതൽ നമ്മൾ മാപ്പോട്ട് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ചായ കുടിച്ച് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ വെഹിക്കിൾ പാസ്സായിട്ടുള്ള ഉംലിംഗ്ലയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ടീമിനെ കണ്ടപ്പോൾ ഇന്നലെ നമ്മോട് ചോദിച്ചു കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഫുള്ള് പ്ലെയിനാണ്. അല്ല അത് നിങ്ങളപ്പോൾ നീറ്റില്ല ചോദിച്ചു. അപ്പോൾ നീക്കെന്ന് പറഞ്ഞാൽ എണീറ്റില്ല ചോദിച്ചിട്ടുണ്ട്. അല്ല എണീറ്റില്ല. അത് സാധാ സമയമല്ല, സുബൈക്ക് 3 മണിക്ക് എണീക്കണം പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നു, വീഡിയോയിൽ കാണിച്ചു തന്നു, എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്തം വിട്ടുപോകും. കാരണം കംപ്ലീറ്റ് നക്ഷത്രങ്ങൾ, ഈ വാൽനക്ഷത്രം ഇങ്ങനെ പാസ് ചെയ്യണതൊക്കെ വീഡിയോയിലുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ 60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ വെഹിക്കിൾ പാസ്സായിട്ടുള്ള ഉംലിംഗ്ലെ. ഇതുവരെ ഒരു 6 കൊല്ലം മുന്നേ വരെ കർത്തുങ്ല പാസ്സായിരുന്നു. അത് 18,700 സംതിങ് ഫീറ്റ്. ഇത് 19,024. ഇപ്പോൾ ബ്രോ എന്ന് പറഞ്ഞ ടീമാണ് ഇതിൻ്റെ വർക്ക് എടുക്കുന്നത്. ഈ റോഡ് വർക്ക് ടോട്ടലി ബ്രോ പറഞ്ഞ ടീമാണ്. അത് അവരെല്ലായിടത്തും ഉണ്ടാവും, അവരെ വർക്കേഴ്സ് എല്ലായിടത്തും ഉണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ട് അവർ തരില്ല. റോഡിൽ മഞ്ഞ് കിടക്കേണ്ടത് അത് അപ്പം നീക്കി തരും. നമ്മൾ വണ്ടി പോകണം, മഞ്ഞുണ്ടാവണം, അവർ നീക്കി തരുന്നത്. അത്ര സ്റ്റാഫുകൾ അവരുണ്ട് അവിടെ. ഈ ഉംലിംഗ്ലയിൽ നമ്മൾ 60 കിലോമീറ്റർ ഇത്ര മണിക്കൂർ വിളിച്ചിട്ട് നമ്മൾ പോയത്. നമ്മൾ ഓട്ടോറിക്ഷ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പോണത്. അത് പോകുമ്പോൾ അവസാനത്തെ 3 കിലോമീറ്റർ അതും കിട്ട് കയറുക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ അവസാനത്തെ 3 കിലോമീറ്റർ കയറ്റിയത്. കാരണം ഓക്സിജൻ്റെ അളവ് 10%, തണുപ്പിൻ്റെ അളവ് -3. എന്നാൽ സൂര്യനടിക്കും. വീഡിയോസിൽ കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യില്ല, കാരണം നല്ല വെയിലുണ്ടല്ലോ. എന്ത് തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പ് കൊടുക്കും. പിന്നെ വെള്ളം നമുക്ക് ദാഹിക്കൂല, പക്ഷെ വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കണത്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല, കട്ടായി പോകും. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണതല്ല നിങ്ങൾക്ക് കിട്ടുക, ഇത് കട്ടായിട്ട് വേറെ സംഭവമാണ് നിങ്ങൾ കേൾക്കുക. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞത് ഇതാണെന്നുള്ളത്, പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് വേർഡ് കറക്റ്റാവില്ല. റാന്ന് നമ്മളെന്ത് സംസാരിക്കണമെങ്കിൽ അത് ചാന്നൊക്കെ ചിലപ്പോൾ ആയി പോകും. ഇങ്ങനെ സംഭവമുണ്ട് അവിടെ എത്തുമ്പോൾ. അത് അവിടുത്തെ ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമാണ്. ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഓട്ടോറിക്ഷ നമ്മളെ പരിപാടി തള്ളാണ്. അത് വെച്ചാൽ നമ്മൾ ഒരു 10 മിനിറ്റ് സംസാരിച്ച ഒരു അരമണിക്കൂർ പിന്നെ ഇരിക്കണം. ഒന്ന് തള്ളി വണ്ടി ഓഫ് ആയിക്കൊണ്ടേയിരിക്കും, കാരണം മൈനസല്ലേ. ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കണം, കാരണം ഒരു നിലക്കും പിടിക്കാൻ കിട്ടില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് മനസ്സിന് പിടിക്കാൻ കിട്ടില്ല. അത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ ഒരു 2 കിലോമീറ്ററൊക്കെ ആയപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് പോയി, ഇനി കയറണോ, ഇത് ജീവൻ വരെ പോവുക, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങിയാലോ എന്നൊക്കെ. അതൊരു ടോട്ടലി അങ്ങനെ വരും. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് പോകും, ഇനിയിപ്പോൾ മുന്നോട്ട് പോകണോ, അത് തിരിച്ചിറങ്ങുക. കാരണം ആളുകൾ ബൈക്കിലൊക്കെ വരുന്നുണ്ട്, ചില ആളുകളൊന്നും മെയിൻ ചെയ്യില്ല. കാരണം ഇതിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടേ നമ്മൾ തള്ളുന്ന പോലെ കൊണ്ടും കഴിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ 3 ആൾ വെച്ചിട്ടാണ് തള്ളി പിടിച്ച് പോകുന്നത്. വണ്ടി സ്റ്റാർട്ടാവാഞ്ഞാൽ പിന്നെ തള്ളി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ആ സമയത്ത് കുറേ ഹരിയാനക്കാർ, പഞ്ചാബികളൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓലൊക്കെ വന്ന് ഫുഡ് പാക്കറ്റ്സൊക്കെ തന്ന്
അങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ പിന്നെയും ട്രൈ ചെയ്ത് രാവിലെ 7-8 മണിക്ക് ഇറങ്ങിയതാ. കൃത്യം 3-3:30 ആയപ്പോൾ അതിൻ്റെ മേലെ ടോപ്പ് ലെവലിലെത്തി. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന ഓക്സിജൻ കോഫി ഷോപ്പും അതിൻ്റെ മേലെയാണ്. അതായത് കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ സെപ്പറേറ്റ് കൊടുത്ത് ഘടിപ്പിച്ചിട്ട് ഒരു കോഫി ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുക. അതും നിൽക്കുന്നത് ഉംലിംഗ്ലാൻ്റെ മേലാണ്. ഇതിൻ്റെ മേലെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഹയസ്റ്റ് അവിടെ ഒരു ബോർഡ് വെച്ച് വേണം, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക, ഒരു കോഫി ഷോപ്പുണ്ട്, അത്ര 2-3 ആൾക്കാരുടെ നിൽക്കുന്നുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഉംലിംഗ്ലെ. അത്ര അത് കയറിയതൊരു ഭയങ്കര അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ മേലെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതേ ലെവലിൽ അത് ന്യൂസിലൊക്കെ കൊടുത്തിരുന്നു, എല്ലാവരും കൊടുത്തിരുന്നു. അതേ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഹിമാലയം കയറിയത്. അത് നേപ്പാളിൽ പിന്നെ നേപ്പാളിൽ ആർക്കും ഹിമാലയം പോവാം. ഹിമാലയത്തിൻ്റെ ഓരോ ബേസ് ക്യാമ്പുകളാണ്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, മർദിൽ ബേസ് ക്യാമ്പ്. ഞങ്ങൾ കയറിയത് മർദിൽ ബേസ് ക്യാമ്പ്. നേപ്പാളിൽ നമുക്ക് നേപ്പാൾ മണി 1000 രൂപ, ഇന്ത്യൻ മണി 626 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേപ്പാൾ പൊക്ര കാത്മണ്ഡു. ഇതാണ് നേപ്പാളിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവുന്നതല്ല. നേപ്പാൾ വെറും 3 കോടി ജനങ്ങളുള്ള കേരളത്തിൻ്റെ അത്രത്തോളം മാത്രം വലിപ്പമുള്ള ചെറിയൊരു രാജ്യമാണ്. പക്ഷേ നേപ്പാളിൽ 60 എയർപോർട്ട് ഉണ്ട്, ഡിസ്ട്രിക്ട് എയർപോർട്ടുകളാണ്. പിന്നെ ജില്ലാ തലത്തിൽ നേപ്പാളിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാത്മണ്ഡു പൊക്ര ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാത്മണ്ഡു മാത്രം വർക്ക് ചെയ്യണം. പക്ഷേ അവിടെ ബസ് സ്റ്റാൻഡ് പോലെ എല്ലാ ചെറിയ അങ്ങാടികളിലും എയർപോർട്ട് ഉണ്ടാവും. ഒരു ചെറിയൊരു ഫ്ലൈറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്കൊരു 3000-4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാത്മണ്ഡുവിൽ പോവാം, പൊക്രയിൽ പോവാം, ചിത്വാനിൽ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഏകദേശം 40-60 എയർപോർട്ടുകൾ ഈ പറഞ്ഞ നേപ്പാളിലുണ്ട്, ചെറിയ എയർപോർട്ടുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള അങ്ങനെ പരിപാടികൾ. അത് നമ്മളവിടെ പൊക്രയിൽ പോയിക്കാണ്ട് 626 രൂപ നേപ്പാൾ മണി കൊടുത്താൽ, പിന്നെ ഇന്ത്യൻ മണി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേപ്പാൾ മണി 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, അതിൻ്റെ ഒരു നോട്ടീസ് കാര്യങ്ങൾ കിട്ടും ഫില്ല് ചെയ്യാനുള്ള. നമുക്ക് എവിടെ പോകണം, ഹിമാലയൻ ബേസ് ക്യാമ്പാണോ, മർദിലാണോ, അന്നപൂർണ്ണാണോ, ബേസ് ക്യാമ്പ് ഏതാ വേണ്ടി വെച്ചാൽ കയറണം എന്നുണ്ട്. എവറസ്റ്റ് കയറലല്ല, എവറസ്റ്റ് വലിയ പരിപാടിയാണ്. അതിന് ഏകദേശം 35-40 ലക്ഷം രൂപ ചിലവാണ്. ഇതിന് വലിയ ചിലവ് കുറവാണ്. നമ്മൾ എടുക്കുന്ന റിസ്ക്കിനനുസരിച്ചാണ്. പാക്കേജ് ലെവലിൽ പോകണമെങ്കിൽ 30-35 രൂപ കൊണ്ട് കഴിയും. ഞങ്ങൾക്ക് വെറും വന്നത് 1000-1500 രൂപയാണ്. കാരണം കംപ്ലീറ്റ്ലി നമ്മളെ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ പോയതുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് പോയിരുന്നത്. കേടയെന്ന് പറഞ്ഞൊരു അങ്ങാടിയിൽ പോയി വണ്ടി നിർത്തിടും, എന്നിട്ടൊരു പോക്കാ, മനസ്സും ശരീരവും കൂട്ടിയും കൂടി യോജിപ്പിച്ച് മുട്ടിച്ച് വെച്ചിട്ട് പിന്നെ മുന്നിക്ക് പിന്നൊരു പോക്കാ. അതായത് 35 കിലോമീറ്റർ നമ്മൾ കുന്നും മലയും കയറി ഇറങ്ങണം, 50,000-ഓളം സ്റ്റെപ്പുകൾ. ഇത് നമ്മൾ പോകുമ്പോൾ ഇപ്പം നമ്മൾ ലോ ബഡ്ജറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ സ്നാക്സുകൾ, കുടിവെള്ളം, കുക്കർ, ഫുഡ് വെക്കാനുള്ള ടെൻറ്റ് എല്ലാം കൊണ്ടാണ് പോണത്. അപ്പോൾ ഓരോരുത്തരുടെ ഷോൾഡർ മുതൽ 30 കിലോ വെയിറ്റ് ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ ഈ കാടിലൂടെയാണ് യാത്ര. ഇതിൽ നമുക്ക് ദേഷ്യം വരും, വാശി വരും, നമുക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും, ഇത് എല്ലാം തോന്നും. ഈ ഒരു 3 ദിവസം, മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ 8 മണിക്ക് അൾട്ടാക്കി, ഒരു കാടിൻ്റെ ഉള്ളിൽ അൾട്ടാക്കി ടെൻ്റ് അടിച്ച്. 1 ലിറ്റർ വെള്ളത്തിന് 300 രൂപ, മൊബൈൽ ചാർജ് ചെയ്യാൻ 200, വൈഫൈ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ 200, ഒരു കോഫിക്ക് 250, ഒരു ബിരിയാണിക്ക് 2500. ഇതൊക്കെയാണ് അവിടുത്തെ ഈ കാടിൻ്റെ ഉള്ളിലെ ഓരോ റിസോർട്ടിലെയും എമൗണ്ട്. അത് ഹയസ്റ്റ് കൂടുന്തോറും ഇതിൻ്റെ എമൗണ്ട് കൂടി വരും. ഇങ്ങനെ പരിപാടി. ഇത് 35ഓളം കിലോമീറ്ററിൽ ഓരോ 5 കിലോമീറ്റർ കൂടുമ്പോഴും ഓരോ ക്യാമ്പുകളാണ്. അതായത് 1.5 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്യാമ്പ്, പിന്നെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഹൈ ക്യാമ്പ്, പിന്നെ ലോ ക്യാമ്പ്, അപ്പർ ക്യാമ്പ്, മിഡിൽ ക്യാമ്പ്, ഇങ്ങനെ ഓരോ ക്യാമ്പുകളാണ്. ഒരു 4-5 കിലോമീറ്റർ ഗ്യാപ്പിൽ. ഇത് ക്യാമ്പുകൾ ഹൈറ്റിക്ക് കൂടുന്തോറും ഇതിൻ്റെ റേറ്റ് കൂടും, ഫുഡ് പാക്കറ്റ്സിൻ്റെ ഒക്കെ റേറ്റ് കൂടും. അത് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ കേടയെന്ന് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് കുതിരമ്മൽ വെച്ച് കെട്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഫുൾ മുകളിലേക്ക് എത്തിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ കുടിവെള്ളം വേണം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര വേണ്ടി വെച്ചാൽ 2 ലിറ്റർ ഇങ്ങനെ ഒരു കുപ്പി മേടിച്ചു. എന്നോട് പറഞ്ഞു 600 രൂപ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കൂടെ 600 രൂപ? അപ്പോൾ എന്നോട് ഒരു വളരെ ഭയങ്കര നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ ഒരു ദേശത്തോടല്ല പറഞ്ഞത് 600 രൂപ. അപ്പോൾ ഓർക്ക് മനസ്സിലായി നമ്മളിത് അന്തം വിട്ടുപോയി. അപ്പോൾ ഓല് മനസ്സിലായി, ഓലിങ്ങനെ ചൂണ്ടി നമുക്ക് കാണിച്ചു തന്നു, ഇതാ ആ കാണുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ വെള്ളം കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ 600 രൂപ കൊടുത്തു. പക്ഷെ നമ്മൾ പിന്നെ ഇങ്ങനെ ഓട്ടോയിൽ വന്നതുകൊണ്ടും നമ്മളിങ്ങനെ റിസ്ക് എടുത്ത് വന്നതുകൊണ്ട് നമുക്ക് ഒരു വിധം ചാർജിങ്, കുടിവെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമ്മൾ ബിസ്ക്കറ്റ്സും കാര്യങ്ങളാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ചോറ് നമ്മൾ കല്ലടുപ്പ് കൂട്ടിയിട്ട്
മറ്റേ പെട്രോൾ നമ്മൾ വണ്ടിയിൽ അല്ല ബാഗിൽ വെച്ചിരുന്നത്. എന്നിട്ട് അത് കത്തിച്ചിട്ട് തീ കത്തിച്ചിട്ട് ചോറുണ്ടാക്കും. അന്നത്തെ നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ പച്ച ചോറ്, വേറെ ഒന്നും ഉണ്ടാവില്ല. പച്ച ചോറും പുളിയില്ലേ, അച്ചറ് വരെ ഉണ്ടാവില്ല, പുളി ഇങ്ങനെ കഴിക്കുക, ഇതൊക്കെ നമ്മുടെ ഫുഡ്. ഒരു ദിവസം രാവിലെ 8, പിറ്റേ രണ്ടാമത്തെ ദിവസം രാവിലെ 7 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ അൾട്ടാക്കി യാത്ര നിർത്തി. പിറ്റേ ദിവസം ഇതേമാതിരി രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 4 മണിയായപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ മേലെ, മറുതി ഹിമാലയത്തിൻ്റെ മേലെ കോഫി ഷോപ്പിൻ്റെ അവിടെ നമ്മൾ എത്തിച്ച്. നടന്ന് 35 കിലോമീറ്റർ താണ്ടി. ഈ 35 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് മഞ്ഞ് വരും, ചൂട് വരും, കാടുകൾ വരും. കാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റാത്ത അത്ര ബ്യൂട്ടീസ്റ്റ് ആയിട്ടുള്ള കാടിലൂടെയൊക്കെ നമ്മൾ പോവുക. ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് സ്നോ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും. നമ്മളിന്ന് വരെ കാണാത്ത ഇലകൾ, ചെടികൾ, പൂവുകൾ ഇതൊക്കെ നമ്മൾ കാണും. പിന്നെ അത്ര മൊട്ടക്കുന്നുകൾ എല്ലാ തരത്തിലും കിട്ടും. ഏറ്റവും മേലെ കല്ലുമഴ പെയ്യും. കല്ലുമഴയല്ല, നമ്മളെ ഒരു ആലിപ്പയം അതിങ്ങനെ പെയ്തുകൊണ്ട് കൊടുക്കും. മേലെ എത്തുമ്പോൾ മഴ ഫുള്ള് ഐസായിട്ടാണ് വരിക. ഏറ്റവും ടോപ്പിലെത്തി ഞാനീ പറഞ്ഞ 250 രൂപ ഒരു കോഫിക്ക്. അത് അവിടെയാണ് അപ്പർ ഹിമാലയത്തിൻ്റെ ഏറ്റവും വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു. അവിടെ ആ കോഫി ഷോപ്പിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ, അന്നാണ് നമ്മൾ ദൈവത്തിനെ നേരിട്ട് കാണുന്നതൊക്കെ പറയില്ലേ. കാരണം അതിൻ്റെ മേലെ അന്ന് നമുക്ക് സ്റ്റേ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇരുട്ടായി പോവും, പിന്നെ വഴിയിൽ നമ്മൾ പെട്ടുപോകും. ഈ ഒരു കോഫി ഷോപ്പ് മാത്രം അവിടെ ഉള്ളത്. അതിൽ ഞങ്ങളിങ്ങനെ വന്ന് നിന്ന് ഞങ്ങൾ എത്തണമെന്ന് 5 മണി സമയത്താണ്. ഈ കോഫി ഷോപ്പിൻ്റെ കച്ചവടം കഴിഞ്ഞ് ഇയാൾ പോകാൻ നിൽക്കുക. ഇയാളും താഴേക്ക് പോകും, ഡെയിലി പോയി തരാണ്. അപ്പോൾ അയാളിനോട് ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ എവിടെ നിന്ന്, അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നതാണ്, അപ്പോൾ ഇങ്ങനെ ഒരു യാത്രയാണ്, ഇത്ര ദിവസത്തെ യാത്രയാണ്, വലിയ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, -3 ഓൾറെഡി. രാത്രി ആകുമ്പോൾ അത് മൈനസ് കൂടും. പിന്നെ അവിടെ പ്ലെയിനായിട്ട് നിൽക്കുന്ന പ്രദേശമാണ്, നല്ല കാറ്റടിക്കും. അപ്പോൾ ടെൻറ്റ് വരെ പാറിപ്പോവും, നമ്മളടക്കം പോകും ചിലപ്പോൾ, അത്ര തണുപ്പാണ്. അപ്പം ഞങ്ങളോട് അയാൾ പറഞ്ഞ് നിങ്ങൾ നമ്മളെ കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നോളി, അവിടെ ടെൻ്റ് അടിച്ചോളി, നിങ്ങൾ പൈസൻ്റെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എത്ര കോഫി എന്തൊക്കെ ഫുഡ് നിങ്ങൾക്ക് വേണോ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. അയാളൊരു സാധാരണക്കാരൻ നേപ്പാളി ആള്. അയാൾ പോയി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കിടന്നുറങ്ങിയത് ഓൾറെഡി കോഫി ഷോപ്പ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ജാക്കറ്റിൻ്റെ ഉള്ളിൽ 3 ടീഷർട്ട്, പിന്നെ കമ്പിളി, ഇതിൻ്റെ പുറമെ സ്ലീപ്പിംഗ് ബാഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടിട്ടും രാവിലെ ആയപ്പോൾ കാല് ഫ്രീസാണ്. ഇത്ര കാര്യങ്ങൾ കവർ ചെയ്തിട്ടും ഷൂ ഓൾറെഡി ഉണ്ട്, എന്നിട്ടും കാല് ഫ്രീസാണ്. അതാണ് അതിൻ്റെ അത്ര ഹയസ്റ്റിൽ. അപ്പം നമ്മളിങ്ങനെ പിന്നെ തീ ചൂടാക്കും, ചായ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ ഒരു ദിവസം നമ്മളവിടെ കവർ ചെയ്ത്. അവിടെ ആരും അങ്ങനെ ടെൻ്റ് അടിക്കലൊന്നും ഇല്ല, നിലവിൽ അവിടെ താമസിച്ച ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ സുബൈക്ക് പിന്നെ മൂപ്പര് വന്ന്, അപ്പോൾ സുബൈ 4 മണിയാകുമ്പോഴത്തേന് കസ്റ്റമേഴ്സ് വരൽ തുടങ്ങും. ഹിമാലയം കാണാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വരൽ തുടങ്ങും. എല്ലാവർക്കും ഉപരി ചായ കൊടുത്ത് 250 രൂപ അല്ലേ. എന്നിട്ട് എല്ലാവർക്കും ചായ കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്കും ചായ തന്നത്. അതൊന്നും ക്യാഷ് വാങ്ങൂല. അപ്പോൾ ഇവരടിയിൽ നിന്ന് ഞങ്ങൾക്ക് ചായ തരില്ല, കാരണം നമുക്കിത് ഫ്രീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ. എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഫ്രീ ഈ ഒരു സംഭവത്തിൽ. ഞാൻ വിളിച്ച് 1-2 വീഡിയോസൊക്കെ ചെയ്തിന്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദൈവം മനുഷ്യരൂപത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഒന്നും വിഷയമാക്കണ്ട, ധൈര്യമായിട്ട് വിട്ടുള്ളി പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയത് 2 ദിവസം വെച്ചിട്ട് തിരിച്ചിറങ്ങി. 3 ദിവസം കൂടെ കയറി തിരിച്ചിറങ്ങിയപ്പോൾ വലിയൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇറങ്ങണം വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. സ്പീഡിൽ ഇറങ്ങല്ലേ, പിന്നെ ലെഗ് പോയി, ഇവിടെ എന്തോ ഒരു നരമ്പ് വലിഞ്ഞ്, ബാഗ് വെയിറ്റ് ഇട്ടിട്ട് ഷോൾഡർ പോയി. ഞങ്ങൾ 3 ആൾ സ്പ്ലിറ്റായി പോയി നടുക്കാട്ടുന്ന്. ഒരു 18 കിലോമീറ്ററോളം ഇറങ്ങിയതിന് ശേഷം സ്പ്ലിറ്റായിപ്പോയി. അപ്പോൾ സമയം വൈകുന്നേരം 4 മണിക്ക് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് 1 മണിക്കൂറേ വെയിറ്റ് ചെയ്ത് 5 മണി വരെ വെയിറ്റ് ചെയ്ത്. മുന്നിൽ പോയവനും ഒരു അഡ്രസ്സില്ല, ബാക്കിലുള്ളവൻ്റെ ഒരു അഡ്രസ്സില്ല. ബാക്കിലുള്ളവൻ്റെ 1 കിലോമീറ്റർ ബാക്കിലാണ്, നടുക്കാട്ടിൽ. അപ്പോൾ ഇബ്രുവിൻ്റെ ഒരു അഡ്രസ്സില്ല, ഇവനെന്താ പറ്റി നമുക്ക് കൊടുത്താൽ കിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു ഷോപ്പിൻ്റെ മുന്നിലങ്ങ് നിന്ന് അവിടെ 1 മണിക്കൂറോളം ഇന്നിപ്പം വരുന്നേ കാണില്ല. എനിക്ക് പേടിയായി പോയി. കാരണം ഇവരെ നമ്മൾ കൊണ്ടുവന്നതല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഊടുവഴികൾ വേറെ ഉണ്ട്. ഇനി ഇവർ മറന്നിട്ട് വഴി തെറ്റി അങ്ങോട്ട് ഇറങ്ങിയോ അതും പിടുത്തല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മുന്നിലേക്കും പോകാൻ പറ്റില്ല, ബാക്കും പോകാൻ പറ്റില്ല. മുന്നിലേക്കേ പോകാൻ പറ്റുള്ളൂ. ബാക്കിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇത്രയും കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ പെടാളിൽ കാട്ടില്ല. സമയമാണെങ്കിലോ 5 മണി, 4 ഉള്ളത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 5 മണി. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ നടുകാട്ടിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മളെ സേഫ്റ്റി നോക്കണം, ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ചായക്കടക്കാരനോട് പറഞ്ഞ് ഒരാളിങ്ങനെ വരും, ഇതിൽ കൂടെ വരുമായിരിക്കും,
അപ്പോൾ ഞാൻ മുന്നോട്ട് പോവാണ്, മുന്നോട്ട് നീങ്ങാണ്. ആ ആൾ വരുമ്പോൾ നിങ്ങളെ ഫ്രണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഇയാളും നമ്മളെ പേടിപ്പിക്കുക. ഞാൻ 6 മണിയായി ഞാൻ പോവും, പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ. മറ്റേത് അവർ ഒരു 8 മണി വരെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം, അപ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യ. ഇങ്ങനെ ഞാൻ മുന്നോട്ട് തന്നെ പോയി, മുന്നോട്ട് നീങ്ങി ഒരു 100-200 മീറ്റർ താഴേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഒരു ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ മേലുന്നൊരു വിളി വന്ന് ബാപ്പു വിളിച്ചു, ഇബ്രു. അപ്പം ഇങ്ങനെ അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ കാല് സ്കിഡായതാ, നരമ്പ് വലിഞ്ഞിട്ട് അവൻ നടക്കാൻ വയ്യാണ്ട് അവിടെ സ്റ്റോപ്പായി പോയതാ. അപ്പോൾ ആ വിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് വിളി കേൾക്കണ പോലെ ഒരു സ്വർഗത്തിൽ നിന്നൊരു വിളി കിട്ടിയ പോലെ. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഓൻ്റെ ഉമ്മാനൊക്കെ ആലോചിച്ച്, കാരണം ഞാൻ ഇവല്ലാതെ ഉണ്ട് അങ്ങനെ നാട്ടിൽ പോവും, ഇവല്ലാണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇനി വേറെ വഴിയിലൂടെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൂടെ പെട്ടെന്ന് നടന്നിട്ട് ഓട്ടോറിക്ഷയിൽ എത്തിയിട്ട് തിരിച്ച് വേറെ വഴികളിലൊക്കെ ഒന്ന് പോയി നോക്കണം, ഇതൊക്കെയാണ് മൈൻഡിലുള്ളത്, വല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ സമയത്താണ് എൻ്റെ വിളി വരുന്നത്. പിന്നെ ഞാനും ഓനും ഇവിടെ തോള് പിടിച്ച് അങ്ങനെ ഒപ്പിച്ച് ഒരു സ്ഥലത്തെത്തി. അത് ആ സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അടിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടല്ലോ, കാരണം ഒരാൾ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകും, മുന്നത്തെ ആളും കാണില്ല, മുന്നത്തെ ആളും പോയി. അപ്പോൾ ഓനും ബാഗ് പൊട്ടിയിട്ട് ആയതാ, അത് അറിയില്ല ഇനി. പിന്നെ ഓന് എവിടേക്കോ പോയി എന്തൊക്കെയോ ചാർജറെ കണക്ഷനൊക്കെ കിട്ടിയിട്ട് ഓനും വിളിക്കുന്നുണ്ട്. അടിയിലെത്തിയപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ 2-3 മണിക്കൂർ പെട്ടുപോയി. അതിൻ്റെ ശേഷം രാത്രി വൈകുന്നേരം ഒരു 6 മണി 7 മണി ആയപ്പോൾ 3 ആളും പിന്നെ ഒരുമിച്ച്. അത് ഈ ഹിമാലയം ഭയങ്കര എക്സ്പീരിയൻസാണ്. അത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, ലൈഫാണ്. അതൊരു ലൈഫാണ്, ഹിമാലയൻ ലൈഫാണ്. അത് നമ്മൾ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ഭയങ്കര പവറാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കയറുന്നത്. സ്ത്രീകൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഏജ്ഡായാണ് കയറുന്നത്. 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് കയറുന്നത്. ഒരു പാക്കേജിലാണ് കയറുക. പക്ഷേ ഒരു 4 ദിവസം വെച്ചിട്ടൊക്കെ മേലത്തുള്ളൂ, പിന്നെ ഇങ്ങനെ 2 ദിവസം വെച്ചിട്ട് താഴേക്കോറും. 6 ദിവസമൊക്കെയാണ് ഒരു. അത് മർദി ഹിമാലയം. അന്നപൂർണ്ണക്ക് 6-7 ദിവസം വരും. ഹിമാലയം ബേസ് ക്യാമ്പ് ഉണ്ട്, 13 ദിവസം വരും. അപ്പോൾ ഹിമാലയം എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ ബേസ് ക്യാമ്പൊക്കെ ഒന്ന് കയറണം. വേറെ ലെവൽ എക്സ്പീരിയൻസ് കയറും. ഗൈഡ് വേണം ബേസ് ക്യാമ്പിനൊക്കെ, അത്ര ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു. എവറസ്റ്റ് കയറുന്ന ആളുകളുണ്ട്, അത് 16 ദിവസം 18 ദിവസം വെച്ചിട്ടാണ് കയറുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞത് -3. എവറസ്റ്റ് -60. നമുക്ക് ഓക്സിജൻ ഇങ്ങനെ എടുക്കുക എന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഇത് പോകും, നമ്മളെ ബോഡി ഡെഡായി പോകും. അത്ര ലെവൽ. കാരണം ഭയങ്കര എക്സ്പെൻസ്, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന പരിപാടിയില്ല. അതായത് 35-40 ലക്ഷം രൂപ. പിന്നെ ട്രെയിനിങ്, 2 വർഷത്തെ ട്രെയിനിങ് വേണം. ബോഡി ഫിറ്റ് അത്രത്തോളം ഉണ്ടാവണം. അങ്ങനെ കുറേ പരിപാടി. ഇപ്പോൾ ഈ അടുത്ത് കയറി ഒരു പെൺകുട്ടി കണ്ണൂരിലുള്ള അവൾ കയറി ഇറങ്ങിപ്പോയി. അതാണ് ഹിമാലയം. നമ്മൾ ഹിമാലയം പറഞ്ഞു, എനിക്ക് നമുക്കൊരു യാത്ര ചെയ്തൊരു ഫീലാണ്, കുറേ അനുഭവങ്ങൾ. ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ ഇപ്പം നമ്മൾ മർക്കസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹദിനായിക്കോട്ടെ അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന കുറേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പം അതൊക്കെ നേരിട്ട് കണ്ട് എനിക്ക് തോന്നുന്നു നോമ്പ് കാലത്തൊക്കെ അവരുടെ കൂടെ തന്നെ. അപ്പം ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണ് തോന്നുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പല ആൾക്കാർ ഈ തട്ടിപ്പ് ഇങ്ങനെ കുറേ ആദ്യം നമ്മൾ കേട്ട് ശീലിച്ച കുറച്ച് വാക്കുകളാണ്. അവിടെ അതായിരിക്കും, അങ്ങനെയാണ്, ഇങ്ങനെ നമ്മളെ മതത്തിൽ തന്നെ ഭിന്നിപ്പുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ എനിക്ക് കുറേ അറിവുകളും തിരിച്ചറിവും തന്നത് ഈ ഒരു യാത്രയാണ്. അത് ഞാൻ ഇവിടുന്ന് പോയിട്ട് നോമ്പിന് കൃത്യം ചെല്ലുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് മുതൽ നമുക്ക് അടുത്ത ഒരു മാസം അത്രത്തോളം കോളുകൾ വന്നിട്ടുണ്ട്. ഈ മർക്കസിൻ്റെ ഒരു സെറ്റപ്പ്, മർക്കസ് സ്ഥാപനങ്ങൾ അവരെന്താണ് ചെയ്യണത്, NGOയിൽ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും ഈ മർക്കസിൻ്റെ കീഴിലൊക്കെ വരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കയറി. ഇർസ ഫൗണ്ടേഷൻസ്, ഹൈവ ഫൗണ്ടേഷൻസ്, ബീഹാറിലൊരു സ്കൂള്, അങ്ങനെ ഒരു 4-5 സ്ഥാപനങ്ങൾ നമ്മൾ കയറി. അങ്ങനെ നോമ്പിന് ഫുള്ള് നമ്മൾ അവരെ കൂടെയായിരുന്നു. ഗ്രാമത്തിൽ പോയിട്ട് കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക, അവർക്ക് ഡ്രസ്സ് കൊടുക്കുക, ചെരുപ്പുകൾ കൊടുക്കുക. അപ്പോൾ എനിക്കത് തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ ഹൈവ ഫൗണ്ടേഷൻസിലൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ ഇതൊരു തട്ടിപ്പൊന്നുമല്ല. ഓരോ ആൾക്കാർ അതൊക്കെ പറയുമായിരിക്കും. ഞാൻ നേരിട്ട് കണ്ടു. ഒരു ദിവസം ഈവനിങ്ങിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹബീബ് പയ്യോളി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഓനാണ് അന്ന് ഡ്രൈവർ. അപ്പോൾ ഓൻ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ നേരെ ഫോൺ എടുത്തിട്ട് കിലോമീറ്ററിൻ്റെ അത് നേരെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ മനുഷ്യൻ എന്താ സംഭവിച്ചു? അപ്പം പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് എത്ര കിലോമീറ്റർ, ഇപ്പം നിലവിൽ എത്ര കിലോമീറ്ററിലാണ് നിൽക്കുന്നത്, ഇനി എത്ര കിലോമീറ്റർ ദൂരം, ഇനി പോയി വന്നതിൻ്റെ ശേഷം ഒന്നുകൂടെ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള കറക്റ്റ് ഫണ്ടേ ഓഫീസിൽ നിന്ന് വരുള്ളൂ. അത്രയ്ക്ക് സ്ട്രിക്റ്റിലൂടെയാണ് ഇത് പോണത്. അവിടെ പഠിപ്പിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ വൻ പൊസിഷനിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു
ചാരിറ്റി അല്ലെങ്കിൽ പിന്നെ ആളുകളെ പഠിപ്പിക്കുക, ഒരു നന്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. എനിക്ക് ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ ഞാനോട് സംസാരിച്ച പോലെ പറഞ്ഞത് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും 5 മാസം മുതൽ 8 മാസം വരെ സാലറി വരെ പെൻഡിങ്. എന്നിട്ട് അവരവിടെ നിൽക്കുന്നത് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ്, കുട്ടികളെ അത് പഠിപ്പിക്കണം. അതാണ് ചാരിറ്റി. ശരിക്കും അവർ ചെയ്യുന്ന അതാണ് ചാരിറ്റി. വെറും സാലറി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നിൽക്കണുള്ളൂ, അല്ലാതെ എക്സ്ട്രാ അതിന് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇവർ ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പേജുകളുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിൽ പോയിട്ട് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ കുട്ടികളെ ഇവർക്ക് ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ഇവരെ പിന്നെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇവർ ഈ കുട്ടികളെ തൊഴിലിന് വിടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരോട് വരാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവരെ ബെനിഫിറ്റ് പോവല്ലേ. എന്നിട്ട് ഇവർ ഓലപ്പുര അല്ലെങ്കിൽ ട്രൈനേജിൻ്റെ താഴ്ഭാഗം, പിന്നെ ഇതിൻ്റെ മറ്റേ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം, അല്ലെങ്കിൽ വല്ല ആൽമരം, അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കൂറാണ് വിദ്യാഭ്യാസം. അതിൽ 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ് 10-ാം ക്ലാസ്സോ ഒന്നുമില്ല, ഒറ്റ ക്ലാസ്. അതിലെല്ലാവരും വരിക. പക്ഷേ ഇവർക്ക് ഫുഡാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ ശനിയാഴ്ച തലേന്ന് പോയി ഗ്രാമത്തിൽ അവിടെ പോയി പറഞ്ഞ് നാളെ നമുക്ക് ഫുഡ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ ഭയങ്കര ആൾക്കാരെ കയറാം. ഫുഡിന് കുട്ടികളും കൂടുതലായി കയറാം. അതിൽ വലിയോലും ചെറുകളും എല്ലാവരും ഉണ്ടാവും. അവിടെ അമ്മമാരെല്ലാവരും വരും. പിന്നെ അവിടെ ഒരുപാട് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇവർ കുഴൽക്കിണർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഈക്കൻ്റെ സ്ഥാപനങ്ങളായിക്കോട്ടെ, നമ്മളെ കേരളത്തിലുള്ള ആളുകളാണ് ശരിക്കും ഈ വെസ്റ്റ് ബംഗാൾ, ഒറീസ, ബീഹാറിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളിൽ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈക്കൻ്റെ സ്ഥാപനം ഒരുപാടുണ്ട്. ഇവർ കുഴൽക്കിണർ അടിച്ചു കൊടുക്കുക, പിന്നെ വീട് വെച്ച് കൊടുക്കുക. പല ആൾക്കാരും വീട് വെച്ച് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ഫണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ സൗദി അബ്രോഡിൽ നിന്നുള്ള ഒരുപാട് നല്ല മനുഷ്യരെ ഫണ്ടുകളാണ് വരുന്നത്. അവരെ കുട്ടികളുടെ ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിന് ആ സ്ഥാപനത്തേക്ക് ബർത്ത്ഡേൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ 20,000 രൂപ ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് ആ ഫണ്ടിൻ്റെ ഭക്ഷണം ഗ്രാമത്തിൽ പോയി കൊടുക്കുക. ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ അവിടെ കൊടുക്കുന്നത് വിദ്യാഭ്യാസം, പിന്നെ വീട്, ഭക്ഷണം, ഈ കാര്യങ്ങളാണ്. ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള പരിപാടികളാണ്. 2 മണിക്കൂർ സ്കൂളുകൾ ഉണ്ടാവുള്ളൂ, അതിനവർ കിട്ടുള്ളൂ. അതാണ് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഗ്രാമങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നും കൂടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്, അവിടെ നമ്മളെ നാട്ടിൽ നമ്മളങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാരണങ്ങളും ഓലിനോട് പറഞ്ഞതും ഒരേ സംഭവങ്ങളാണ്. 3 കാരണം. ഒന്ന്, ഇവിടെ ഇതിനൊരു രജിസ്ട്രേഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ചാരിറ്റി സ്ഥാപനം ഉണ്ടാക്കിയാൽ പോലും നമ്മൾ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും തട്ടിപ്പാണ്. ഇതിനെ നമ്മൾ ഫേസ് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ്. കാരണം അർഹരായ ആളുകൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ അത്രത്തോളം ആളുകളുണ്ട്. പിന്നെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ആളുകൾ ഇല്ല എന്നല്ല നമ്മൾ പറയണത്, കുറവാണ്. നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തിക്കൊള്ളണം കേരളത്തിൽ. കാരണം നമ്മൾ സാക്ഷരത കൂടുതലാണ്, ജനസാന്ദ്രത കൂടുതലാണ്, വിദ്യാഭ്യാസം ഒക്കെ കൂടുതലാണ്. അവിടെ അതിൻ്റെ ആവശ്യമില്ല. വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾ, ബീഹാറിൽ, ഒറീസയിൽ നിങ്ങൾ ഏത് ഗ്രാമത്തിൽ പോയാലും എല്ലാവരും അർഹരാണ്. പിന്നെ അവിടെ മീഡിയസോ കാര്യങ്ങളൊന്നുമില്ല, നമ്മളിട്ട് കുത്താനോ നമ്മളത് താഴെ വലിച്ചിടാനൊന്നും ആളുകളില്ല. നമ്മളവിടെ പോയി രജിസ്റ്റർ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ അവിടെ തമ്മിലുള്ളൊരു, അത് നമ്മളെ മോശം പറയില്ല, നമുക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്, അവർക്കത് കുറവായതുകൊണ്ട് അർഹതപ്പെട്ടൊരു കൂടുതലാണ്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു ആ യാത്രയിൽ പങ്കുചേർന്ന പോലൊരു അനുഭവമാണ് എനിക്കുള്ളത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഒക്കെ കേട്ടു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പം ഈ യാത്രയൊക്കെ കഴിഞ്ഞ് മലപ്പുറത്ത് അത്യാവശ്യം ജന്മനാട്ടിൽ നല്ലൊരു സ്വീകരണം തന്നെ കിട്ടി. ഇനി അടുത്ത പ്ലാൻ എന്താണ്? അടുത്ത യാത്ര ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പ്ലാനിങ്ങിലുണ്ടോ എന്നുള്ളൊരു? നെക്സ്റ്റ് യാത്ര അങ്ങനെ ഒരു വലിയ വൈഡായിട്ടുള്ള യാത്ര പ്ലാനിങ്ങിലില്ല. അപ്പോൾ നെക്സ്റ്റ് യാത്ര അങ്ങനെ വൈഡായിട്ടുള്ള പരിപാടികൾ ചെയ്യാത്തതിന് കാരണം ഒന്ന് വീട്ടിലുമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഉമ്മ മാത്രം ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ യാത്രയിൽ വെറും ട്രാവലിംഗ് അല്ല പങ്കുവെച്ചത്. നമ്മൾ 3 ആളുകൾ, 3 കൾച്ചറുള്ള 3 ആളുകൾ, സാധാരണക്കായിട്ട് ആളുകൾ പോയാൽ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യും അതെല്ലാം പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമ്മ മാത്രം വീട്ടിലായതുകൊണ്ട് തന്നെ എപ്പോഴും യാത്ര ചെയ്യാമെന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഡ്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ഒരു വലിയ ഡ്രീം ആവുമെന്ന് എനിക്കറിയില്ല, നമ്മളെ സ്വപ്നഭൂമിയായിട്ടുള്ള ദുബായിലോട്ട് ഒന്ന് കയറുന്നുണ്ട് നമ്മളെ ഓട്ടോ. അതാണ് മൈൻഡിലുള്ളത്. അത് ഞാൻ നിലവിൽ ഇപ്പോൾ അതിന് ഒരുപാട് ആൾക്കാരോട് സമീപിച്ചിട്ടുണ്ട്.
പല ആൾക്കാരോട് പറഞ്ഞത് ആ സമയമാകുമ്പോൾ ഈ പറഞ്ഞോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ദുബായിൽ നിന്ന് 13 രാജ്യം കവർ ചെയ്തിട്ട് ഇന്ത്യക്ക് വന്നാൽ നിസാർ വയനാട് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ ആളുകൾ അവരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമയമാകുമ്പോൾ പറയുമ്പോൾ അറ്റൻഡ് ചെയ്ത് നോക്കാമെന്നൊക്കെ. ഇപ്പോൾ നിലവിൽ ഇനിയൊരു പ്ലാൻസ് എന്താ വെച്ചാൽ നമ്മൾ യാത്രയിലൂടെയാണ് നമ്മൾ എല്ലാവരും ഒരു സൗഹൃദം പങ്കുവെച്ചത്, നമ്മൾ അറിഞ്ഞത്, മനസ്സിലാക്കിയത്, ഞാൻ എന്താണ് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും നമുക്ക് നമ്മളെ ഓട്ടോറിക്ഷയിലൊരു യാത്ര പോകണം, നമുക്കും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഒരു യാത്ര പോകണം. അപ്പോൾ ഞാൻ തോന്നിയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യം എടുക്കുക, ഒരു പാക്കേജ് പോലെ എല്ലാവർക്കും ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകളുടെ സൗഹൃദം പങ്കുവെച്ചിട്ട് കാശ്മീരിലോട്ട്, മണാലിയിലോട്ട്, അങ്ങനെ ഒരു പരിപാടി എല്ലാവർക്കും ഇപ്പോൾ യാത്ര ചെയ്യാനുള്ളൊരു അവസരം. യാത്രയാണ് വലിയ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ തിരിച്ചറിവ് എൻസൈക്ലോപീഡിയ. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിക്കും വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കും. ഒറ്റ ചോദ്യമുള്ളൂ, നമ്മൾക്കും വേണ്ടിയിട്ട് എപ്പോൾ ജീവിക്കും. അപ്പോൾ അതിനും വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ഭയങ്കര ഒരു ചോദ്യമാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം. ഞാൻ പറഞ്ഞ പോലെ ലോകത്തിൽ പണം സമ്പാദിക്കണമെന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പാഷൻ നമ്മൾ തൊഴിലാക്കിയാൽ അതിനപ്പുറത്തൊരു വേറൊന്നുമില്ല. ഒരാൾ രാജാവാണത് അയാൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനം നടക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്, മില്ലേനിയർ ആകുമ്പോഴല്ല. ഇപ്പം എല്ലാ യാത്രൻ്റെയും അവസാന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന വീടാണ്. ഏത് യാത്രയാണെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള യാത്ര ഏതാ? നമ്മളെ വീട്ടിലേക്കുള്ള ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള യാത്ര അവനവൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. അതെ. അപ്പോൾ ആ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ കാരണം അവിടെ നമ്മളെ കാത്തു നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇത്ര ഒരു 6 മാസത്തോളം നീണ്ടുന്നൊരു യാത്ര, ഇതിന് ഏറ്റവും ഫസ്റ്റ് സപ്പോർട്ട് കിട്ടേണ്ട വീട്ടിൽ നിന്ന് തന്നെ കാര്യം. നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ സപ്പോർട്ടായിരുന്നു എന്നുള്ളത്. എന്നാലും വീട്ടുകാരെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഉപ്പല്ല, ചെറുപ്പത്തിൽ 2.5 വയസ്സായപ്പോൾ ഉപ്പ മരിച്ചതാണ്. ഉമ്മയാണ് നോക്കിയത്. ഇമ്മ പിന്നെ എല്ലാ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് നോക്കിയത്. അന്ന സമയത്ത് വെള്ളമില്ല, കറണ്ടില്ല, പിന്നെ റോഡില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാട്ടിൽ ഞങ്ങളൊരൊറ്റ വീട്, ഞങ്ങൾ 3 മക്കൾ. ചെറിയ ഇമ്മാൻ്റെ 30ാമത്തെ വയസ്സിലപ്പോൾ മരിച്ചത്. ഇപ്പോൾ മരം വീട്ടിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ഫേമസ് വെട്ടാണ്, ഭയങ്കര ഐഡിയൽ അങ്ങനെ ആളാണ്. അപ്പോൾ മരത്തിൻ്റെ ഒരു തെങ്ങ് വെട്ടിയപ്പോൾ തെങ്ങിൻ്റെ പീസ് താഴെ തട്ടി പ്രതീക്ഷിക്കാതെ തലമുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മരിച്ചത്. അവിടെ നമ്മൾ നോക്കിയത് ഈ പറഞ്ഞ എല്ലാവരും കൂടിയിട്ടാണ്. സാമ്പത്തികം വളരെ വീക്ക്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നോക്കി. നമ്മൾ എത്തിമക്കളായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നിൽക്കണമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് എനിക്കൊരു മടിയില്ല. ഇമ്മക്ക് ഇവിടുന്ന് കൂടെ നിന്നിരുന്നു രാവിലെ. ഇമ്മക്ക് പെൻഷൻ ഉണ്ട് മതിൻ്റെ. അപ്പം ഉമ്മ എന്നോട് ഒരു കാർഡ് എടുത്ത് തന്നു. ഇനി മതിലല്ലേ പോണത്, ആ പെൻഷൻ എന്താ വാങ്ങിയിട്ട് പോരട്ടാറ്. ഞാൻ ആ കാർഡ് വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ വരുന്ന സ്ഥാപനം അതിന് എനിക്ക് തോന്നുന്നു ഒരു മതിന് 10 വർഷമായി. നിങ്ങൾക്ക് 97ലാണ് തുടങ്ങിയത്. ഞാനൊരു എൻ്റെ ഒരു ഓർമ്മ വെച്ചത് എനിക്ക് തോന്നുന്നു ഞാനൊരു 2000-2001 മുതൽ ഇവിടെ വരവുണ്ട്. ചെറിയ കുട്ടി ഇമ്മാൻ്റെ ഒക്കെ വെച്ചിട്ട് ഇവിടെ സലാത്തിന് വരും. അന്ന് മുതൽ എല്ലാ സലാത്തിനും വരും. ഇമ്മ മറ്റേ ഇപ്പോൾ വനിതാ ക്ലാസ് ഈ പരിപാടിക്ക് അങ്ങനെയാണ് ഇമ്മക്ക് ഈ പെൻഷൻ പരിപാടി കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഇങ്ങനെ ഈ മഹദിനടക്കമാണ് നമ്മളെ വളർത്തിയത്. എല്ലാവരും നാട്ടിലെ സ്ഥാപനങ്ങളായിക്കോട്ടെ, മഹദിനായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തുക്കൾ, ഫാമിലി, ഫ്രണ്ട്സ്, അയൽവാസികൾ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ജുമുഅക്ക് പള്ളി നൂറാങ്കല് പോകുമ്പോൾ, നൂറാങ്കല് അങ്ങനെ ചെറിയ നമ്മളെ നൂറാങ്കല് പള്ളിയിൽ പോകുമ്പം നമ്മളന്ന് 4-5 ക്ലാസ്സിലൊക്കെ കയറും. പള്ളിയിൽ പോകുമ്പോൾ നൂറാങ്കല് 2 വീട്, അതിന് നടുകൂടെ നമ്മൾ പോവുക. ഞാൻ പള്ളി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 2 വീട്ടിൽ ഉമ്മമാരും ഉണ്ടാവും. ഒരു 50 രൂപേൻ്റെ നോട്ടിട്ട് എന്നെ കാത്ത് നിൽക്കണം. എന്നിട്ട് അവരെ തരും. പിന്നെ അവിടെ ഫുഡ് കഴിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇങ്ങനെ എല്ലാവരും ഞാൻ ഫുഡ് കഴിക്കാത്തൊരു വീടെന്ന് നമ്മളെ നാട്ടിൽ വടക്കേപ്പുറത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വളർത്തിയതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് നാട്ടുകാരായിട്ടുണ്ട്, സുഹൃത്തുക്കളും ഫാമിലിയായിട്ടുണ്ട്. അവരാണ് നോക്കിയത്. ഞങ്ങൾക്ക് നോമ്പിനാണ് ഏറ്റവും കൂടുതൽ പൈസ വരിക. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നത് ഒരു പീടിയിൽ നിന്ന്, അബോക്കാൻ്റെ പീടിയിൽ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറ്റ് വാങ്ങും. അപ്പോൾ അമ്മക്ക് പേടിയാവും, കാരണം ഇത് പറ്റ് കൂടി 2500-3000 രൂപ ആകുമ്പോൾ നോമ്പിന് 27 എല്ലാവരും ഇങ്ങനെ ഹദിയായിട്ട് തരും. ആ പറ്റ് കടം വീട്ടും, ഇങ്ങനെ പോകും. ഇങ്ങനെ ഒരു 8ാം ക്ലാസ് വരെ ഇത് പോയി. 8ാം ക്ലാസ് എത്തിയപ്പോൾ ഇത് നിന്നു. ആളുകൾ ഈ ഫണ്ട് തരുന്നത് അത് ആരും പറഞ്ഞു കാര്യമില്ല, കാരണം മകൻ വലുതായി. പിന്നെ സ്വാഭാവികമായിട്ട് ഇത് ക്ലോസ് ആയി ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ സാമ്പത്തിക പ്രശ്നം വരെ തുടങ്ങി. ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി തുടങ്ങി. വർക്ക് എന്ന് പറഞ്ഞാൽ ഐസ് വെക്കുക, കുറുന്തൊട്ട് പറിക്കുക, തേങ്ങ പൊളിക്കുക, ഇങ്ങനെ ഓരോ പരിപാടികൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഇങ്ങനെ ചെയ്തു പോകും. ഇതിൻ്റെ ഫണ്ടൊക്കെ അമ്മ കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ കൂളായിട്ട് സ്കൂളൊക്കെ പോയി. +1 മുതൽ ഡ്രോപ്പായി പോയി. +1 തുടങ്ങിയപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതായി. +1 കാരണം പറ്റ നിന്നു. അങ്ങനെ കാരണം എല്ലാവരും സാമ്പത്തിക ഞെരുക്കത്തിലാണ്.
അപ്പോൾ നമ്മളെ സഹായിക്കുന്നതിനൊക്കെ പരിധിയില്ല. എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു വീടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടിൽ നിന്ന് എല്ലാ മാസവും ആ സമയത്ത് ഞാനൊരു 8ാം ക്ലാസ് പഠിക്കണ വരെ ഒരു വീട്ടിൽ നിന്ന് മാസം 500-600 രൂപ ഒരു സാലറി പോലെ തന്ന വീടുകളൊക്കെ ഉണ്ട് എല്ലാ മാസവും. അങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ആയി. കാരണം നമ്മൾ മകൻ വലുതായി. അതിൽ പിന്നെ ഞാൻ +1 ബോയ്സിലാണ് പഠിച്ചത്, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ പോണത് ഞാൻ അങ്ങോട്ടാണ്, സാറിനെ കാണാനാണ്. എനിക്ക് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ 4 ദിവസം ക്ലാസ്സിന് പോകുള്ളൂ. ബാക്കി ഒരു ദിവസം ഓൾറെഡി ലീവാണ്, സൺഡേ. പിന്നെ ബാക്കി 2 ദിവസം വർക്കിന് പോകും. പക്ഷേ എനിക്ക് ഫുള്ള് പ്രസൻറ്റ് കയറാം സ്കൂളിൽ. എല്ലാ ദിവസവും സാറ് പ്രസൻറ്റ് ഇടും. അയച്ചാൽ ഞാൻ 2 ദിവസം ലീവായപ്പോൾ സാറ് വീട്ടിൽ വിളിച്ചിങ്ങനെ ചോദിച്ചു, അമ്മ കാര്യം പറഞ്ഞു, ഓനിങ്ങനെ വർക്കിന് പോക്ക് നിർബന്ധമാണ്, ഞാൻ വീട്ടിൽ വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് ഈ റോഡും കാര്യങ്ങളൊന്നും അങ്ങനെ സെറ്റപ്പിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ സാറിനോട് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് എത്ര ദിവസമാണ് വർക്കിന് പോകേണ്ടത്, ഈ പോയിക്കോ, എൻ്റെ പ്രസൻറ്റ് ഇവിടെ ഉണ്ടാവും, ഇനി ക്യാഷ് എന്തെങ്കിലും സെപ്പറേറ്റ് വേണോ എന്നോട് ചോദിച്ചോ, എന്ത് വേണമെന്ന് ചോദിച്ചോ. അതും 15 കൊല്ലം മുന്നേ. നമ്മളിപ്പോഴത്തെ സാറുമാർ, ഇപ്പോഴത്തെ നമ്മൾ ഈ 2K കിഡ്സിൻ്റെ ഒക്കെ ഇപ്പം ഭയങ്കര ജോളി സാറുമാരാണ്. പക്ഷേ ആ പരിപാടി സാർ അന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞാൽ നുള്ളാക്കട്ടെ, വെറും അടി, അങ്ങനെയുള്ള സാറുമാരും കുട്ടികളും തമ്മിൽ ഭയങ്കര അനന്തരമുണ്ട്. സാറുമാർക്ക് കുട്ടികളും സാറുമാരും പറ്റാത്തൊരു കാലഘട്ടം. ആ സാറ് അന്ന് ഈ മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഞാൻ സ്കൂളും +1 +2 അങ്ങനെ പോയത്. 3 ദിവസം പണിക്ക് പോകും, 4 ദിവസം ക്ലാസ്സിന് പോകും. പക്ഷേ എനിക്ക് ഫുള്ള് പ്രസൻറ്റ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഡിഗ്രി ഔട്ടായിപ്പോയി. ഡിഗ്രി ഏറ്റവും ആഗ്രഹം ഡിഗ്രി പോകണമെന്നേനെ. എപ്പോഴും എനിക്ക് നഷ്ടം തോന്നുന്നത് ഡിഗ്രി പോകാത്തതാണ്. പക്ഷെ എന്നോട് കഴിഞ്ഞില്ല. വീട് വളരെ കംപ്ലൈൻ്റായി, വീട് പണി എടുക്കേണ്ടി വന്ന്. ഞാൻ ആ സമയത്ത് വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് പോയി. ഡിഗ്രി ഗവൺമെൻറ്റിൽ സ്കൂളിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വർക്കിന് ഇറങ്ങേണ്ടി വന്നു. പ്രൈവറ്റ് പോയി, പക്ഷേ 1 മാസം പോയതുള്ളൂ. കാരണം സ്കൂളിൽ പോയാൽ നമ്മളെ വീട്ടിലെ സാമ്പത്തികം മുട്ടും, അന്നം മുട്ടും. അങ്ങനെ ഞാൻ വർക്കിനിറങ്ങി. ടൈൽസിൻ്റെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നത്, ടൈൽസിൻ്റെ ഹെൽപ്പർ പണിക്ക് ഇറങ്ങി. പിന്നെ അത് പഠിച്ച് കളേൻ്റെ പോയി. ഇങ്ങനെ പിന്നെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി, അങ്ങനെ വർക്കിനിറങ്ങി. പക്ഷെ അപ്പോഴും പ്രശ്നം ഇവിടെ അറിയോ, ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ്. ഈ വർക്കൊക്കെ നമ്മളെ പാഷനല്ല. അപ്പോഴും നമ്മൾ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. പിന്നീട് അതിന് നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇപ്പോഴും നമ്മൾ ചെയ്യും, ഒരു മടിയില്ല, ഇനി ചെയ്യും ഇൻഷാ അല്ലാഹ്. പക്ഷെ അപ്പോഴും ഞാൻ അമ്മയോട് പറയും, ഇതൊന്നുമല്ല ഇത് എൻ്റെ പരിപാടിയല്ല. എൻ്റെ പരിപാടി ട്രാവലിങ്, വീഡിയോസ്, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അതിലും എന്നോട് പറഞ്ഞു, ഇത്രയായില്ലേ, ഇത്രയും എത്തിച്ച് ഇതിമൊക്കെ എത്തിച്ച് വീടൊക്കെ റെഡിയാക്കി ഫാമിലിയൊക്കെ സെറ്റിൽഡാക്കി ഒരുവിധം പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പം ഞാൻ അങ്ങനെ പരിപാടി പറഞ്ഞപ്പോൾ നീ വിട്ടു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ നമുക്ക് എടുത്തപ്പോഴാണ് ഈ ആലോചന വന്ന് ഇതിമൊക്കെ എത്തണത്. പിന്നെ ഭയങ്കര സപ്പോർട്ട്. നമ്മൾ സൗഹൃദം എന്ന് പറയണത് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും വിളിക്കണതോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊപ്പം നിൽക്കണതും, നമ്മളെ ഡ്രീമിൻ്റെ ഒപ്പം നിൽക്കണതും, സക്സസ്സിലും അല്ലെങ്കിൽ നമ്മളെ തോൽവിയിലൊക്കെ നമ്മളൊപ്പം നിൽക്കണതാണ്. ഞാൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്, ചിലർ ഭയങ്കര ഫോൺ കോൾ, ഡെയിലി വിളിയും കാര്യങ്ങളൊക്കെ കയറാം. പക്ഷേ ഒരു പരിപാടി കൊണ്ടുണ്ട് ഒരു സംഗതിക്കും ഉണ്ടാവില്ല. അതല്ല ഇപ്പം ഞാൻ മൂപ്പറേറ്റാണെങ്കിലും ഞങ്ങളൊന്നും ഡെയിലി വിളിക്കണ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഡെയിലി വിളിക്കും, ഞങ്ങളാ പോയിൻ്റെ ശേഷം ഞങ്ങൾ ഡെയിലി വിളിച്ചതിന്. പക്ഷേ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഈ യാത്ര പോയിൻ്റെ ശേഷം ഇപ്പോൾ ഫവാസ്, അജ്മൽ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരാണ് നോക്കുക, എൻ്റെ അളിയന്മാരാണ് നോക്കുക. എന്നാൽ ഇവരൊന്നും എനിക്ക് ഡെയിലി വിളിച്ചോളണമെന്നൊന്നുമില്ല. ഇവർക്ക് പരാതിയില്ല. കാരണം നമ്മളിങ്ങനെ ഒരു യാത്ര പോയതാണ്, ഇതിൻ്റെ റിസ്ക് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ യാത്രയുടെ ഏറ്റവും സക്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാരൊക്കെ ഉണ്ടായതാണ്. കാരണം എനിക്ക് ഇന്ന് വരെ യാത്രയിൽ ഒരു കോൾ പോലും ചെയ്തില്ല. അതായത് കോൾ ചെയ്തില്ല ഉദ്ദേശിച്ച് ഞങ്ങൾ 1-2 ദിവസം കൂടുമ്പോൾ വീഡിയോ കോൾ എല്ലാവരും സംസാരിക്കും. പക്ഷേ ഇന്ന് വരെ ഒരു പരാതി പറഞ്ഞിട്ട് ഒരു വിളി വന്നിട്ടില്ല അമ്മാൻ്റെ. അമ്മക്ക് അറിയാം ബാപ്പു ഓൻ പോയത് ഇങ്ങനെ ഒരു സംഭവത്തിനാണ്. അപ്പം എത്രത്തോളം സ്ട്രഗ്ലിങ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാൻ പാടില്ല. നമ്മളങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിക്കും, ഏറ്റവും നല്ല മാത്രം സംസാരിക്കുക. അതുകൊണ്ടാണ് ഇത്ര കൂൾ മൈൻഡ് സെറ്റിൽ പോയി ഇത്ര കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ച് ഇത്ര ഹാപ്പിനെസ്സിൽ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കണത്. ഇതാണ് ഫാമിലീൻ്റെ സപ്പോർട്ട്. ഭയങ്കര സപ്പോർട്ട്. അപ്പം ഇനി ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് വണ്ടി ദുബായിലെത്തിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ ചെയ്യുക, എനിക്കിങ്ങനെ കുറേ ഇതായിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ്. അതായത് ഇപ്പം സൽമാൻ എന്നാണ് പേര്, പക്ഷെ വണ്ടിൻ്റെ പേര് സൽമാൻ എന്നാണ്. ആ സല എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതും കൂടി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളായി പോകുന്ന ആൾക്കാർ പറയും. എന്താ അതിൻ്റെ യഥാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മളെ പേരായിരുന്നു DQ സൽമാൻ സെല്ലു. അപ്പോൾ 2010 ഫേസ്ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2010-11 സമയത്താണ്. അന്ന് നമ്മൾ ഈ ദുൽഖർ സൽമാൻ ഇവിടെ വന്നിട്ടില്ല. പിന്നെ 2011 സമയത്താണ് ദുൽഖർ സൽമാൻ സിനിമയിലൂടെ എൻ്റർ ചെയ്യണത്. അങ്ങനെ പിന്നെ 2012 മൂപ്പര പേര് ഷോർട്ടാക്കി DQ എന്നാക്കി.
അപ്പോൾ നമ്മളതിന് മുന്നേറ്റ് നമ്മൾ അതിന് മുന്നിട്ടൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മൾ DQ നോക്കിയപ്പോൾ ആളുകളെ ചോദ്യം തുടങ്ങി, നിങ്ങൾ DQ ഫാനാണോ? നമ്മളിതുകൊണ്ട് പെട്ടുപോയി. ഞാൻ ഒരാളെയും ഫാനല്ല, നമ്മൾ പഠിച്ചവൻ്റെ ഫാൻ മാത്രമാണ്. അപ്പോൾ എല്ലാവരോടും ഇപ്പോഴും പറയലതാണ്, ഒരാളെയും നമ്മൾ ഫാനാവരുത്. ഇപ്പോൾ ഈ മെസ്സേജൊക്കെ വരും, ഞങ്ങൾ ഭയങ്കര ഫാനാന്നൊക്കെ പറയും. നിങ്ങളെൻ്റെ ഫാനാവണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും നിങ്ങളെ ഫാനായി നിങ്ങളെ ഒഴിവ് സമയത്ത് മാത്രം വന്നിട്ട് നമ്മളെ വീഡിയോ കാണി, കമൻസ് ഇട്ടുകൂടി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ ഇത് പേര് ഇപ്പം എന്ത് മാറ്റും. അങ്ങനെ DQ എന്നുള്ള പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതാ സൽമാൻ്റെ ആദ്യത്തെ 3 അക്ഷരത്തിൻ പട, അങ്ങനെ സെലാക്കിയതാണ്. അങ്ങനെയാണ് അതാണ് പിന്നെ അതങ്ങോട്ട് സ്ഥിരാക്കി മാറ്റി. എന്തായാലും ഈ ഏകദേശം എനിക്ക് തോന്നുന്നൊരു അത്യാവശ്യം 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന സംസാരം ഇനിയുണ്ട് കുറേ പറയാൻ. പക്ഷേ ഒരുപാട് തിരക്കുകളുണ്ടെന്ന് അറിയാം, ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടെന്ന് അറിയാം. മഹാകവി കടമനിട്ട ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത വരി ഇങ്ങനെ പറഞ്ഞിട്ട്, മനോഹരം മഹാവനം ഇരുണ്ടകാതമെങ്കിലും അനേകമുണ്ട് കാത്തിടേട്ട ഭാമക പ്രതിജ്ഞകൾ, അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുൻപിനായി എനിക്കതീവ ദൂരം ഉണ്ട് അവിശ്രമം താണ്ടുവാൻ. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ലോകത്ത്. അപ്പോൾ അതേപോലെ വിശ്രമത്തിലാവണതിന് മുന്നേ ഇനി ഒരുപാട് യാത്രകളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും കാണാനുണ്ട്. നമ്മളെയൊക്കെ കാണിക്കാൻ പ്രചോദനമാവാൻ സൽമാൻ്റെ ഗ്യാങ്ങിനും ഇനി ഒരുപാട് യാത്രകളുണ്ട്. യാത്രയുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളായിട്ടും നമ്മളെ കാണുന്ന ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ കാണിച്ചതിന് ഒത്തിരി സന്തോഷം. കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനും വളരെയധികം സന്തോഷം.